കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബിനേസർ മലയാളം ഫെലോഷിപ്പിനോടുള്ള അനുബന്ധിച്ച് സൂം മീറ്റിംഗിൽ സംബന്ധിപ്പാൻ സുഹൃത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ വിശ്വസ്തകൾക്കായി നന്ദി പറയുന്നു. സകല മഹത്വവും പൂഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. ഒരു യോഗ്യതയും പറയാനല്ല, കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു യോഗ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ യോഗ്യത. അല്ലെങ്കിൽ കർത്താവ് ഇത്രത്തോളം സഹായിക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദി പറയുന്നു. വിദ്യാലയം എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസി ഫെബിയാൻ്റെയോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. അതിന് മുഖാന്തരമായ വത്സാൻ്റിക്കായി സ്തോത്രം ചെയ്ത് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ മീറ്റിങ്ങിൽ ഞാൻ വിചാരിക്കുന്നു TG കോശി എന്ന് പറഞ്ഞാൽ ദൈവത്തിലുണ്ടെന്ന് വിചാരിക്കുന്നു. ദൈവസഭയിലെ മെമ്പർ എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ തമ്മിൽ ഒരു അമ്മയും മകളും എന്ന രീതി അത്ര അഭേദ്യമായൊരു ബന്ധമുണ്ട്. അപ്പം അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ദൈവസഭയിലേക്ക് അടക്കം ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്ന് ചോദിച്ചാൽ 2 വർഷത്തോളമായി എന്നോട് എപ്പോഴും പറയാം, ആസാദി ചാനൽ ഇങ്ങനെ ടെസ്റ്റ് മണി പറയണം. ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ഫോണിലുള്ള കോൺടാക്റ്റുകൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കത് അറിയത്തില്ല, ഞാനങ്ങൾ മാറുകയാണെന്ന് പറഞ്ഞ് പലപ്പോഴും മാറി. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നില്ല, കഴിഞ്ഞ 2 മാസമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ടു നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സകല മനുഷ്യർക്കും നീ അവൻ്റെ മുമ്പാകെ സാക്ഷിയായി തീരുമെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ സമയം ഇപ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന. കർത്താവിന് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ ദൈവത്തിന് നന്ദി പറയുന്നു. TG കോശിയോടുള്ള ബന്ധത്തിൽ എനിക്കൊരു വാക്ക് പറഞ്ഞിട്ട്, കാരണം ഒത്തിരി നാളായി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ടെസ്റ്റ് മണി പറയണമെന്ന്. പ്രകാരം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു, സഹോദര സംഘത്തിന് ഇഷ്ടവും സ്വജനത്തിന് ഗുണകാംക്ഷയും തൻ്റെ സർവ്വവംശത്തിനും അനുകൂല വാദ്യം എന്ന് തിരുവനന്തപുരത്ത് കാണുന്ന പോലെ അതിനോടുള്ള ബന്ധത്തിൽ അത് പറയണമെന്ന് എൻ്റെ മനസ്സിൽ അത്രമാത്രം പ്രേരണയുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് ദിവസങ്ങളിലായിരിക്കുന്ന അനുഗ്രഹത്തിനും വിടലിനും കാരണമായി തീരട്ടെ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ദൈവവചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 35-37 വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 35-37 വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. 37-ാം വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഒരു പാട്ടിൻ്റെ ഒരു ലൈൻ പാടിയിട്ട് വചനത്തിന് പ്രവേശിപ്പാൻ ദിവസം ശരണപ്പെടുന്നു. ലോകാസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകാസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നുതൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നുതൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യയായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യയായി എണ്ണിയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്രയാഴമേ യേശുവിൻ സ്നേഹമേ, എത്രയാഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്രകാരം വായിക്കുവാൻ ഇടയായല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ദൈവത്തോളം പ്രാധാന്യമുള്ളതാണ്. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം കൂടെയാണ്. അതെപ്പോഴും ഞങ്ങൾ ഏറ്റവും ദൈവദാസി ഓർമ്മിച്ചുള്ള ഓരോരുത്തർക്കും ഓരോ വചനങ്ങൾ ജീവിതത്തിൻ്റെ അനുഭവത്തോടെ നിന്ന് കർത്താവ് നൽകാറുണ്ട്. അപ്പോൾ ഈ വചനം ഏത് സമയത്ത് ചോദിച്ചാലും പെട്ടെന്ന് ഞങ്ങൾ പറയുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്ത് വന്നാലും നമുക്ക് വേർപിരിപ്പാൻ കഴിയത്തില്ല. നമുക്ക് കാണുവാൻ കഴിയുന്നു. റോമാലേഖനം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് എഴുതി ദൈവത്തിൻ്റെ പ്രിയരായിട്ടുള്ളവർക്ക് വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് വേണ്ടി താൻ എഴുതിയ അക്കൂട്ടത്തിൽ നാമും ഉൾപ്പെട്ടതുകൊണ്ട് അങ്ങനെ ആയിത്തീരുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥലം നമുക്ക് നന്ദിയോടെ ആയിരിക്കാൻ ഇടയാകട്ടെ. നാം ദൈവത്തിൻ്റെ വനത്തിൽ കാണുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അത് ദൈവം സ്നേഹം തന്നെ എന്ന ദൈവത്തിൻ്റെ വചനം കാണുന്നു. ഈ ലോകത്തിൻ്റെ സ്നേഹമൊക്കെ നമുക്ക് കാണാൻ എത്രമാത്രം വലുതാണ്, എത്രമാത്രം കടപ്പെട്ട എത്രമാത്രം വലുതാണ് നമ്മുടെ മാതാപിതാക്കൾ മക്കൾ എന്നുള്ളത്. എല്ലാവരും അധികം എത്രമാത്രം ഭാര്യ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയാണ് എത്രമാത്രം വലുതായെന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വന്നാൽ തന്നെയും അതൊക്കെ ഒരു കല്ലറ വരാതെ
എത്തത്തുള്ളൂ. അതിനപ്പുറം നിത്യതയോളം നമ്മളെ പിന്തുടരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റി പറയുന്നത് നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഒന്നും നമുക്ക് ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ഉന്നതവും ശ്രേഷ്ഠവുമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതല്ലോ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ആ ദൈവസ്നേഹത്തെ പറ്റി അത്രമാത്രം ശ്രേഷ്ഠമെന്നാണ് കഴിയുന്നത്. കാരണം നമുക്കൊരു യോഗ്യതയോ പ്രാപ്തിയോ കഴിവോ ഒന്നും ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തേടി വന്നു, അത് മാത്രം നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. തിരുവനന്തപുരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയും, പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പാപത്തെ ദൈവം വെറുക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ നമ്മൾ ലോകപ്രകാരം നോക്കുമ്പോൾ എല്ലാത്തിനും ശ്രേഷ്ഠതയുള്ളവരൊക്കെ മനുഷ്യൻ തിരഞ്ഞെടുക്കും. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അങ്ങനെയല്ല. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ദൈവത്തിൽ കാണുവാൻ കഴിയുന്നത്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് കാണുന്നു. വിശ്വാസിയും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെയാണ്. കാരണം പാപികളെ രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. എന്നിട്ട് ക്രിസ്തു അനേകരുടെ പാപങ്ങളെ വഹിച്ചു, അതിക്രമക്കാരോടുകൂടി താൻ എണ്ണപ്പെട്ടു, അവർക്ക് വേണ്ടി ഇടനിന്ന് താൻ മറ്റുള്ളവരെ പാപം തൻ്റെ മേൽ ചുമത്തപ്പെടേണ്ട ഒരു സാഹചര്യം വന്നിട്ടാണ് മറ്റുള്ളവരെ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും കാൽവറി യാഗമാക്കിയത് എന്ന് നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ കാര്യസ്ഥൻ കർത്താവ് നമുക്ക് ഇവിടെ പിതാവിൻ്റെ അടുക്കലുണ്ട്. കാരണം നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ ഏത് അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം. ദൈവം വിശ്വസ്തനാണ്, നീതിമാനാണ്. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രാധാന്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും നമുക്ക് കാണാം, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വിളിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് മഞ്ഞ് പോലെ ആയിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ ദിവസങ്ങൾ കാണുവാൻ കഴിയുന്നു. ലോകത്തിൽ എവിടെയുള്ള ഏതൊരു പാപിക്കും രക്ഷിക്കപ്പെടുവാൻ ക്രൂശിലെ രക്ഷണീയ പ്രവൃത്തി അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, അത് ഏറ്റവും. കാരണം ദൈവകൃപയിൽ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിനെ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് വരുന്നു. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, റോമാലേഖനത്തിൽ തന്നെ കാണാൻ കഴിയുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി യാഗം തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തു. ലോക മിടുക്കന്മാരെ, ശ്രേഷ്ഠന്മാരെ, കഴിവുള്ളവരൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു യോഗ്യതയുമില്ല, ഒരു മാന്യതയുമില്ല. എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് അത് നാറ്റം വെച്ച് നമ്മൾ പൊതുവെ ആൾക്കാരെ എങ്ങനെയുള്ളവരാണ്, നല്ലതാണോ അല്ലയോ നമ്മൾ മനുഷ്യവിധത്തിൽ അവരോട് സഹകരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളവരെ നോക്കിയാണ് മനുഷ്യൻ തിരഞ്ഞെടുപ്പ്. പക്ഷെ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ബലഹീനരായിരുന്നപ്പോൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പദവിയിൽ ദിവസനിലായിരിക്കാൻ ദൈവ സാഹചര്യങ്ങൾ ഒരുക്കിയത്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, വീണ്ടും കാണുവാൻ കഴിയുന്നു. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തതിനാൽ അത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു. എന്നാൽ ദിവസത്തിലേക്ക് നമുക്ക് നിരപ്പ് പ്രാപിച്ച് അടുത്ത് വരുവാൻ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കി. അങ്ങനെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ അടിക്കടി ഉയർന്നു വരുമ്പോൾ ഒരു തകർന്നു പോയി എന്ന് എല്ലാവരും ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവസ്നേഹം ഒരിക്കലും ആ വ്യക്തിയെ തള്ളിക്കളയുന്നില്ല. ദൈവസ്നേഹം ആ വ്യക്തിയെ ചേർത്ത് നിർത്തുന്നു. മനുഷ്യൻ പുറമേയുള്ള സാഹചര്യങ്ങൾ നോക്കി അനേകരെ മാറ്റി നിർത്തുന്ന കർത്താവ് അങ്ങനെയല്ല. കർത്താവിൻ്റെ സ്നേഹത്തിൽ ദൈവം അവരെ കൂട്ടിച്ചേർക്കുന്നതായിട്ട് ദൈവത്തിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിൽ നമുക്ക് അതുപോലെ കാണുവാൻ കഴിയും. ദൈവസ്നേഹത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആരെന്ന്. കാരണം ദൈവസ്നേഹത്തിൽ നമ്മൾ വേർപിരിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു കഷ്ടതയോ എന്ന്. നമ്മളാരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് കഷ്ടത. നമ്മളെല്ലാവരും കർത്താവ് ഈ കഷ്ടമൊന്ന് മാറ്റണേ, ഈ കഷ്ടമൊന്ന് നീക്കിത്തരണേ, ഈ കഷ്ടത്തിൽ തന്നെ വിടുവിക്കണേ. എല്ലാവരും അങ്ങനെ കഷ്ടം വേണ്ട എന്ന് പറയുന്നതാണ് ലോകപരമായി നോക്കിയ ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ മനുഷ്യരാരും തന്നെ ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യമാണ് കഷ്ടത എന്നുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നത്. പണ്ടുള്ള ഭക്തന്മാരിങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ദിനംതോറും ഒരു കഷ്ടം തന്നെ എന്ന് വെച്ചാൽ അവർ പറയുന്ന കഷ്ടങ്ങളിൽ മറ്റുള്ളവർ മാറിപ്പോയാലും കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടുണ്ട്. അതുകൊണ്ട് പറയും, കർത്താവ് ദിനവും ഞങ്ങൾക്കൊരു കഷ്ടം വേണം. അത് ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ കർത്താവ് നമുക്ക് വരം നൽകിയിരിക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കഷ്ടത എന്ന് പറയുന്നത് നമ്മളെ തകർക്കാനല്ല, ദൈവഹിതപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നെങ്കിൽ അതിനകത്ത് നീക്കുപോക്ക് കർത്താവിൻ്റെ പക്കലുണ്ട്. അതുപോലെ ക്രിസ്ത്യ ജീവിതം ഒരിക്കലും നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഓക്കെ എല്ലാത്തിനും നേരെ ചില പ്രതിസന്ധികളിൽ കൂടെ ആയിരിക്കും കർത്താവിന് രക്ഷിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കുന്നത്. പക്ഷെ അതോട് പലരും വിചാരിക്കും ഇതോടുകൂടെ എൻ്റെ പ്രശ്നം തീർന്നു, ഇനിയൊരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് പണ്ട് ആരോ പറയുന്നത് എരുതിയിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് വറചുട്ടിയിലോട്ടൊക്കെ വീടുന്ന അനുഭവം പോലെ ചിലപ്പം ദൈവം കടത്തി വിടുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യ ജീവിതം ഒരിക്കലും ഒരു പട്ടുമത്തയുടെ അനുഭവമല്ല. അപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മാധുര്യത കഷ്ടതയിൽ കൂടാണ് നമ്മൾ ഓരോ ദൈവത്തിലും നമ്മുടെ ജീവിതത്തിൽ
അനുഭവിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ എന്ത് കഷ്ടത വന്നാലും നാം ഒരിക്കലും ദൈവസന്നിധി വിട്ട് അകന്നു പോകുവാനല്ല. അത് നമ്മളെ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ കഷ്ടതയിൽ നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ നമ്മളെ മാറ്റി നിർത്തുന്നില്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് കഷ്ടങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉള്ളതിനാൽ കടന്നു പോകുന്ന ഓരോ ദൈവത്തിനെ പറ്റിയും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, കഷ്ടതയിൽ കൂടെ ദൈവത്തിൽ കടന്നു പോയാൽ ദൈവം അറിയാതെയല്ല അവൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് അതിൻ്റെ പിന്നിലുണ്ട്. ഒന്നാമത് നമുക്ക് കാണുമ്പോൾ ദൈവഹിതം ആ വ്യക്തിയിൽ നിറവേറണം. രണ്ടാമത് ദൈവത്തിൻ്റെ നാമം ആ വ്യക്തിയിൽ കൂടെ മഹത്വം എടുക്കണം. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യഥാസ്ഥാനപ്പെടണം. പലപ്പോഴും കഷ്ടത വരുമ്പോൾ അല്ലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവം ഒരിക്കലും ആ സമയത്ത് അകന്നു മാറുകയല്ല. നമുക്കറിയാം, കഷ്ടത വരുമ്പോൾ ലോകപരമായി മനുഷ്യരും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ അതിൽ നിന്ന് മാറി പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതരൊക്കെ മാറിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ വനത്തിൽ കാണുന്ന കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയാണ്. അതാണ് ഒരു ദൈവത്തിൻ്റെ പ്രത്യാശ. കഷ്ടതയിൽ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട്. മനുഷ്യനോ നമ്മൾ നകന്നു പോയാൽ ലോകം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് പറയാൻ കഴിയും കർത്താവിൻ്റെ കൂടെ ഉണ്ട്. അത് നമുക്ക് തുണയാണ്. അതാണ് നമ്മുടെ പറയുന്ന പോൽക്കാല ഇതിൽ പാട്ടുപാടിയപ്പോൾ പറഞ്ഞില്ലേ, കർത്താവ്, ഞാൻ ഒരു വാക്ക് നന്ദി പറയാൻ പറ്റിയില്ല, പാട്ടുപാടിയാക്കുമ്പോൾ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും എൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം കർത്താവിൻ്റെ വലിയ ദിനങ്ങളിൽ ഓരോരുത്തരുടെ മേലും ധാരാളമായി ചൊരിയപ്പെടുവാൻ വീണ്ടും പ്രാർത്ഥനയോടെ നമുക്ക് സഹായിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വീണ്ടും മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ കഷ്ടങ്ങളിൽ കർത്താവ് ഏറ്റവും അടുത്ത തുണയാണ്. പ്രതിസന്ധികളിൽ നാം തകർന്നു പോകുവാൻ കർത്താവ് ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ നമ്മുടെ ചേർന്ന് അടുത്തു വരുന്ന ദൈവമാണ്. അതുകൊണ്ട് കഷ്ടങ്ങളുടെ ആഴങ്ങൾ എത്ര വർദ്ധിച്ചെന്ന് വന്നാലും അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഒരിക്കലും ദിവസം അന്യപ്പെട്ടു പോകുവാൻ ഇടയാകാതെ വണ്ണം ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വനത്തിൽ കാണുന്ന കഷ്ടതയിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഭക്തനായ ഇയ്യോബ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്, ഇയ്യോബ് ദൈവഭക്തനും, അത് 1-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. എന്നെ വീണ്ടും എല്ലാ ഭാഗവും നമുക്ക് എവർക്കും അറിയാവുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുന്നു. അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അതുകൊണ്ട് അത്രയും ശ്രേഷ്ഠതയോടെ കഴിഞ്ഞിട്ട് പറയുന്നു, അവൻ്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ സഹോദരിമാരെ ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പറയുന്നത്, എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞവരെ വരുത്തി ശുദ്ധീകരിക്കുന്ന ഒരനുഭവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. നമുക്ക് നോക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കുടുംബം എപ്രകാരം എന്നതിനോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞാണ് ആളയച്ച് അവരെ വരുത്തിയിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു പിതാവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ പലപ്പോഴും ഈ ഒരു ബൈബിൾ വചനത്തിൽ, അതായത് അയ്യോബിൻ്റെ പുസ്തകത്തിൽ തൻ്റെ മാതാവ് എപ്രകാരം നമുക്ക് പിന്നീടൊന്ന് ചിന്തിക്കാമെങ്കിൽ തന്നെയും പറഞ്ഞ പിതാവ് അതിനുവേണ്ടി ഒരു മുൻകൈ എടുത്തതായിട്ട്, അത് കുടുംബത്തിൻ്റെ നാഥൻ പിതാവായതുകൊണ്ട് താൻ തന്നെ അതിനുവേണ്ടി മുൻകൈ എടുത്തു. അത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായി പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് ദൈവത്തിൻ്റെ ലോകസ്ഥാപനത്തിനുണ്ട് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അങ്ങനെ താൻ അവരെ വരുത്തി ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. വീണ്ടും അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോഴാണ് താൻ ഇത് ചെയ്തിരുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും വിരുന്ന നാളുകളൊക്കെ നമ്മളൊരു സെലിബ്രേഷനായിട്ട് ആഘോഷിക്കുന്ന പലരെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിലപ്പുറമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും വിരുന്ന നാളുകൾ ഒരു ആഘോഷമായി കാണുന്നതിനെക്കാട്ടിലുപരി. കാരണം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ആ ഒരു ഡേറ്റ് വരുമ്പോൾ പിന്നിലുള്ള സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി. ദൈവം നമുക്ക് നിശ്ചയിച്ചൊരു ആയുഷ്കാലമുണ്ട്, എത്ര നാളുകൾ, എത്ര സമയം. അത് നമ്മുടെ നാളുകളെ എണ്ണുവാൻ നമ്മൾ ഉപദേശിക്കണമെന്ന സങ്കീർത്തനത്തിൽ കാണുന്നത്. അപ്പം നമ്മൾ എണ്ണി നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു വിരുന്ന നാൾ വരുമ്പോൾ നമ്മുടെ പിന്നിട്ട നാളുകൾ നമുക്ക് നഷ്ടമായി. പിന്നെ നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഒന്നിൽ കർത്താവിൻ്റെ വരവിനോട് നമ്മൾ അടുത്തു, അല്ലെങ്കിൽ നമ്മുടെ മരണത്തോട് അടുത്തു. അത് ആ ദിവസങ്ങളിൽ നമ്മൾ സമയങ്ങൾ വേർതിരിച്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മെ സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉചിതം എന്ന് എൻ്റെ ഒരു, കാരണം ദൈവം എന്നെ ഓർപ്പിച്ചൊരു കാര്യം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചിന്തിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും മാതാപിതാക്കളായിട്ടുള്ളവർ ഇന്ന് ദിവസത്തിന് ദൈവഭയത്തിൽ ദൈവവചനപ്രകാരം ദൈവകൃപയോടെ അവരെ വളർത്തുക എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെയും കടമയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കാരണം ദൈവസന്നിധിയിൽ നാം ബാല്യത്തിലെ കുഞ്ഞുങ്ങളെ നടക്കേണ്ടത് ഇപ്പം പലപ്പോഴും നമ്മളോർക്കും ആ കുഞ്ഞുങ്ങളല്ലയോ. പണ്ട് കാലങ്ങളിൽ നമുക്ക് ആദ്യകാലത്ത് പിതാക്കന്മാർ ഇല്ലായ്മയുടെയും കഷ്ടതയുടെയും മധ്യത്തിലൊക്കെ അവർ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി ദൈവഭയത്തിലും ദൈവം പ്രാർത്ഥിച്ചിട്ട് ആഹാരം. ഇപ്പം കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും നമ്മൾ
ആഹാരം കഴിപ്പിക്കാൻ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പം ഗ്രാൻഡ് പേരൻസ് ആണെന്ന് പറഞ്ഞാലും ആ കുഞ്ഞുങ്ങൾ കഴിക്കട്ടെ. പണ്ട് അങ്ങനെയല്ല, പ്രാർത്ഥിക്കാതെ ആഹാരം തരത്തില്ലായിരുന്നു, പ്രാർത്ഥിക്കാതെ പഠിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഏത് കാര്യം പ്രാർത്ഥനയ്ക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്ന ഒരു കാലഘട്ടം പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. സത്യത്തിൽ അന്ന് വിശ്വാസത്തിലല്ലെങ്കിൽ പോലും പ്രാർത്ഥനയ്ക്ക് കഴിയാതെ ഒരു കാര്യങ്ങൾക്കും സമയത്ത് ഞായറാഴ്ച എന്നോട്ട് ദിവസം ഉണ്ടെങ്കിൽ അന്ന് ദിവസം ആരാധനയ്ക്ക്, ശനിയാഴ്ച വൈകിട്ട് തൊട്ട് ബുക്ക് പഠിക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും പേരൻസ് നമ്മൾ അനുവദിക്കുന്ന കാലമല്ലായിരുന്നു. കാരണം ദൈവത്തിൽ അത്ര പ്രാധാന്യം, അവരുടെ വലിയ പരിജ്ഞാനം ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അവരവരുടേതായ രീതിയിൽ ദൈവവചനത്തിന് അല്ല ദൈവത്തിന് ദൈവനാമത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം കുഞ്ഞുങ്ങളെ നമ്മുടേതായ നമ്മൾ ട്രെയിൻ ചെയ്യും. കുഞ്ഞുങ്ങളെങ്ങനെ ആഹാരം കഴിക്കട്ടെ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെ അവരുടേതായ കാര്യങ്ങൾ അയക്കോട്ടെ എന്ന് നമ്മളൊരു ഉദാസീനതയോടെ ആയിരിക്കാനല്ല കുഞ്ഞുങ്ങളെ ബാല്യത്തിലെ ദൈവകൃപയിലും ദൈവഭയത്തിലും വളർത്തുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഇയ്യോബ് അപ്രകാരം തൻ്റെ തലമുറയെ വളർത്തിയതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഭൗതിക ഉയർച്ച ഉള്ളൊരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. നമുക്കിവിടെ കാണാൻ കഴിയുന്ന 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുതയായ മൃഗസമ്പത്ത് ഇയ്യോബിനുണ്ടായിരുന്നു. തൻ്റെ ഭൗതിക ഉയർച്ച ഒന്നും തൻ്റെ ആത്മീയത്തിന് ഒരിക്കലും കോട്ടം തട്ടിയില്ല. അത് വളരെ പ്രാധാന്യതയോടെ താനത് സൂക്ഷിച്ചു എന്ന് ദൈവവചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നാം എത്രമാത്രം ഭൗതികത്തിലെ ഉയർച്ചയും മാന്യതയുള്ള ഒരു നിമിഷം മതി ഇതെല്ലാം നഷ്ടപ്പെടാം. നമ്മൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇതൊന്നും ദൈവം തരുന്നു നമ്മൾ അനുഭവിക്കുന്നു, ആ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് അനുഭവിക്കുക. ഒരിക്കലും നമ്മുടെ ആശ്രയം സമ്പത്തിലോ ധനത്തിലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളല്ല, നമ്മുടെ ജോലിയിലോ നമ്മുടെ കുഞ്ഞുങ്ങളിലോ ഒന്നും നമ്മൾ ആശ്രയിക്കുവാനല്ല, കർത്താവിലാണ് നമ്മുടെ ആശ്രയം വെക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിന്റെ സ്വന്തം ബുദ്ധിയിലും വിവേകത്തിലും ഒന്നും ചെയ്യാതെ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കുക. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മുടെ വഴികൾ, നമ്മുടെ ആശ്രയം, ദേവദാസി ഓർപ്പിച്ചത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കാരണം മനുഷ്യൻ്റെ സഹായമൊക്കെ വ്യർത്ഥമായി പോകും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവം ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന എത്ര ധനമുണ്ടെങ്കിലും കർത്താവ് ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുക സന്തോഷത്തോടെ, കർത്താവിൻ്റെ ഹൃദയപ്രകാരം ഉപയോഗിക്കുക. അപ്പോൾ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ എന്ന് ദൈവത്തിന് വേണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഉള്ളതിന് മീതെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. കാരണം അവർക്കതുകൊണ്ട് അതുപോലെ എനിക്കാകണം, ആ ചിന്താഗതിയല്ല. ദൈവം ഓരോരുത്തരെ കുറിച്ച് ഓരോ പദ്ധതി കരുതിയിട്ടുണ്ട്. ദൈവം തരുന്ന സാഹചര്യം നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ നമ്മൾ പ്രാപ്തരാകണം. നമ്മൾ അതിനുവേണ്ടി നാം സന്നദ്ധരാകണം. ഞാൻ കുഞ്ഞുങ്ങളോട് വലിയതിൽ പറഞ്ഞു എന്നല്ല, ഞാൻ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ കൊച്ചുമോളോട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു. കാരണം ബാങ്കുകാരെ ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ടായിട്ടൊരു പത്രത്തിലിട്ടൊരു കാര്യം ഞാൻ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മളുടെ കൈ പണം കിട്ടുമ്പോൾ അത് നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഇത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ എന്നുള്ളത്. കാരണം നമ്മളത് ചിന്തിച്ച് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആവശ്യത്തിലധികം കാര്യങ്ങളും നമ്മൾ കിട്ടുന്ന നന്മ ചെലവഴിച്ച് കളയുമ്പോൾ പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കതിനകത്ത് വിശ്വസ്ത കാണിക്കാൻ കഴിയാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും. ഞാൻ ഒരു ദിവസം ഞാനിത് പറഞ്ഞത് കൊണ്ടാണ് പറയാം. അപ്പം മോളൊരു ദിവസം അവൾ ബയോളജി പഠിക്കും, ഇളയ മോൾ ബയോളജി പഠിക്കുമ്പം അവൾക്കൊരു ടോഫി വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവിടെ 10 രൂപയേ ഉള്ളൂ. അപ്പോൾ അവളിങ്ങനെ മമ്മീനോട് പറഞ്ഞ ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ. അപ്പോൾ അത് ചിന്തിച്ചപ്പോൾ അവൾക്കത് വാങ്ങാൻ തോന്നിയില്ല. അവൾ ഉടനെ ചർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് വെറുതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരുടെ ചാപ്പലിനകത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു മോള് വന്നിട്ട് അവർക്കൊരു ടോഫി കൊണ്ട് കൊടുത്തു. അപ്പോൾ അവൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി പറഞ്ഞ പോലെ ഞാനത് വാങ്ങിച്ചില്ല, പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം പറഞ്ഞു ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തു തന്നു എന്ന് ഓർപ്പിക്കുവാനായിട്ട്. അങ്ങനെ ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ അതിന് പ്രവർത്തിപ്പാൻ ശക്തൻ. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഭൗതിക ഉയർച്ചകളും നന്മകളൊക്കെ തരുമ്പോൾ നമ്മൾ വിശ്വസ്തയോട് നമ്മളത് ദിവസത്തിലായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു, ക്രിസ്തുയേശുവിൽ നമ്മൾ അങ്ങനെ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. അനേക കഷ്ടങ്ങളിൽ കൂടാണ് നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഷ്ടങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ദൈവത്തിന് അകന്നു പോകുവാനല്ല, ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ദൈവം എന്നിട്ട് കഷ്ടതയുടെ കടന്നു പോയാൽ നമുക്ക് വ്യക്തിയാണല്ലോ, യോബിനെ പറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, യോബിൻ്റെ ജീവിതത്തിൽ താൻ തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് അവരെ ശുദ്ധീകരിച്ചു, അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമിയാൻ കഴിച്ചതായിട്ട് കാണുന്നു. ഇങ്ങനെ യോബ് എല്ലാം ഇപ്പോഴും ചെയ്തു വന്നെന്നാണ് പറയുന്നത്. അത് അവൻ്റെ ഉയർച്ച എത്രമാത്രം നന്മയുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് മൃഗസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികളും അവരുടെ ഭൗതിക ഉയർച്ച മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അത്രമാത്രം സമ്പന്നനായിരുന്നിട്ടും താൻ എന്ത് പറഞ്ഞാൽ എല്ലാം ഇപ്പോഴും ഇങ്ങനെ യോബ് ചെയ്തു. അത് ചില കാലഘട്ടത്തിൽ മാത്രമല്ല, തൻ്റെ ഉയർച്ചയുടെ എത്രമാത്രം അഭിവൃദ്ധി ഉണ്ടായിട്ടും താനത് ചെയ്തുവെന്ന് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്ന ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ ചെന്നപ്പോൾ സാത്താൻ അവരോടുകൂടെ അവിടെ ചെന്നതായിട്ട് കാണുന്നു. വീണ്ടും കാണുന്നപ്പോൾ ദൈവം ഇപ്രകാരം യോബിനെ പറ്റി പറയുകയാണ്, എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ നിന്ന് ദൃഷ്ടി വെച്ചു എന്ന് സാത്താൻ. അപ്പോൾ കൂട്ടത്തിൽ സാത്താന് ചെന്നു സാത്താനോട് ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ നിന്ന് ദൃഷ്ടി നീ വെച്ചുപോയെന്ന് ചോദിക്കുന്നു. അപ്പോൾ യഹോവ
ഇവിടെ ദൃഷ്ടി എല്ലായിടവും ഉണ്ട്. ആകാത്തവരെ നല്ലവരെയൊക്കെ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്, തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലുണ്ട്. അത് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ, ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാൻ കർത്താവിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. അതോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നത്. അപ്പോൾ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും ഉണ്ട്. അപ്പോൾ സാത്താൻ ഇയ്യോബിനെ നോട്ടം ഇട്ടത് ദൈവം കണ്ടു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എൻ്റെ ദാസന ഇയ്യോബിൻ്റെ മേൽ നിന്ന് ദൃഷ്ടി വെച്ചു എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, എന്നിട്ട് പറയുകയാണ്, അവൻ യഹോവ ഭക്തനാണ്, അവൻ നിഷ്കളങ്കന് നേരുള്ളവനാണെന്ന് ഇയ്യോബിനെ പറ്റി ദൈവം തന്നെ സാക്ഷ്യം പറയുന്നൊരു അനുഭവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ദൈവം ഇപ്രകാരം പറഞ്ഞു, അവൻ എൻ്റെ ദാസനായി ഇയ്യോബിൻ്റെ മേൽ നിന്ന് ദൃഷ്ടി വെച്ചു എന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരാളിനെ മാത്രമേ നമുക്ക് ദൈവവചന പ്രകാരം ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ എത്ര പേര്, ഞങ്ങളൊരു കർത്താവിൻ്റെ വേറൊരു കുടുംബം, അതിനകത്തന്നെ അതുകൊണ്ട് അപ്പം ഞാൻ മറ്റൊരാളെ പഴിയാറുമല്ലോ. നമുക്ക് ചിന്തിക്കാം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന എത്ര ദൈവഭക്തന്മാരുണ്ട്. അത് ദൈവത്തിൻ്റെ നമുക്ക് തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്, യജമാനൻ്റെ ഇഷ്ടം അത് മനസ്സോട് ചെയ്യുക. അത് ഒരു നമ്മൾ പറയാം, നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട, വീട്ടിലൊരു സെർവൻറ്റ് നമ്മൾ പറയാം അതൊക്കെ അറിഞ്ഞ് നോക്കി കണ്ടതെല്ലാം ചെയ്യും എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ ഇഷ്ടം ആരാഞ്ഞ് അത് മനസ്സോട് അറിഞ്ഞ് അത് മനസ്സോട് ചെയ്യുന്ന ഒരാളിനെയാണ് ദൈവത്തിൻ്റെ ദാസനെന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ ഇതിൻ്റെ വചനം എന്ത് പറയുന്നത് പൂർണ്ണമായി അനുസരിക്കുന്ന ഒരാളായിരിക്കണം ദൈവത്തിൻ്റെ ദാസൻ. ഇപ്പം നമുക്ക് ഇന്ന് പോൽക്കാലം നമ്മൾ എത്രമാത്രം ദൈവദാസൻ അല്ല ദൈവദാസി എന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവവചന പ്രകാരം നമ്മൾ ഇപ്രകാരമായിരിക്കുന്നു നമുക്ക് ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം എൻ്റെ ദാസനായ കാലേബ് അവന് എന്നെ പൂർണ്ണമായി പറ്റിയിരുന്നു, അവൻ എന്നെ അനുസരിച്ചു. അവൻ്റെ കാലേബിനെ പറ്റി പറയുന്നൊരു സംഖ്യാ പുസ്തകത്തിൽ കാണുന്ന വചനമാണ്, എൻ്റെ ദാസനായ കാലേബ് അവന് വേറൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ദൈവദാസന്മാർക്ക് ഒരു പ്രത്യേക സ്വഭാവം, ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ചല്ല, അല്ല ലോക മനുഷ്യൻ പോകുന്നത് പോലെയല്ല ദൈവഭക്തനോ അല്ല ദൈവദാസിയോ അങ്ങനെയുള്ള അനുഭവങ്ങൾ. നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ദൈവം തന്നെ കാണുന്നു, തനിച്ചു പാർക്കുന്നൊരു ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. കാരണം അങ്ങനെയുള്ളൊരു അനുഭവത്തിൽ നാം ആയിരുന്നാൽ, പക്ഷേ ഈ കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ഇത് ഇപ്പോൾ ഇടകലർന്നിരിക്കുക. അത് ലോകത്തിൻ്റെ പണ്ട് പറയും നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവജനം അറിയിക്കണമെന്ന് പറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോൾ സഭയ്ക്കകത്തേക്ക് ലോകം കടന്നു വന്നിരിക്കുന്ന അനേക സംഭവങ്ങൾ നമ്മളെ പലപ്പോഴും വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. പണ്ട് നമുക്ക് ലോകത്തിൽ ഇറങ്ങിച്ചെന്ന് പറയാമായിരുന്നു, ഇങ്ങനെ തനിച്ചു പാർക്കുന്ന ദൈവനാമത്തിന് വേർതിരിപ്പെട്ടൊരു കൂട്ടമുണ്ട്, നിങ്ങൾക്ക് അവിടെ വരാൻ പ്രാർത്ഥിക്കും. ഇപ്പം പക്ഷെ നമുക്ക് പലപ്പോഴും പലരോട് ഇത് തുറന്നു പറയാൻ പോലും കഴിയാത്ത രീതിയിൽ ദൈവമക്കളുടെ ഇടയിൽ തന്നെ ഇടകലർന്നു പോകുന്ന അനുഭവം, ദൈവവചനത്തിനോ ദൈവനാമത്തിനോ പ്രാധാന്യം കൊടുക്കാതെ ദൈവഭക്തൻ എന്നുള്ള ചിന്തയില്ലാതെ പലപ്പോഴും അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് തന്നെ നമ്മളെക്കുറിച്ച് ലജ്ജ തോന്നുന്ന അനുഭവങ്ങൾ പോലെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. വീണ്ടും നമുക്കിവിടെ കാണുന്നു, ദൈവപ്രകാരം പറഞ്ഞ അവൻ യഹോവ ഭക്തനാണെന്ന്. അപ്പം യഹോവ ഭക്തൻ എന്നതിനോടുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നേരായി നടക്കുന്ന ഒരാളെയാണ് യഹോവ ഭക്തൻ എന്ന് പറയുന്നത്. നമുക്ക് പുറമേ നോക്കിയിട്ട് ഭക്തനായിട്ട് ആർക്ക് വേണേലും ജീവിക്കാം. പുറമേ കണ്ടിട്ട് ഭക്തനായിട്ട് നമ്മൾ എല്ലാവരും പറയുന്നത് വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ആ രീതി ക്ലീൻ ആയിട്ടൊക്കെ നടക്കുമ്പം പുറമേ ഭക്തൻ. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നേരോടെ നടക്കുന്നവനോ യഹോവ ഭക്തൻ. യഹോവ ഭക്തനെ ദൈവം തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുക. അത് നാം തിരിച്ചറിയണം. അപ്പോൾ നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരിക്കലും ഒരു നന്മയും മുടക്കത്തില്ല. അപ്പം യഹോവ ഭക്തന്മാരായി ചെറിയവരെയും വലിയവരെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ ശക്തനായ ദൈവം അവൻ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുപോലെ യഹോവ ഭക്തനായൊരു ദൈവത്തിൽ എപ്പോഴും ദോഷത്തെ വിട്ട് അകലുന്നവനായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ജോസഫ് ഇപ്രകാരം പറയുന്നു, ഞാൻ ഈ പാപം ചെയ്ത ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോകുന്ന ഒരു അനുഭവം നമുക്ക് ജോസഫിനെ പറ്റി തിരുവനന്തപുരത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ മോശതാൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് താൻ തിരഞ്ഞെടുത്തു. അപ്പം നമുക്കിവിടെയൊക്കെ കാണുമ്പോൾ പാപത്തിൻ്റെ അവസരം ഇല്ലാത്തപ്പോൾ പാപം ചെയ്യാതെ ജീവിച്ചു എന്ന് നമുക്ക് ആരെപ്പറ്റിയും വേണേൽ പറയാം. പക്ഷേ പാപത്തിൻ്റെ അവസരം മുമ്പിലുള്ളപ്പോൾ തന്നെ പാപ വഴികളെ വിട്ട് ഓടിപ്പോവുക, അതാണ്. അല്ല അങ്ങനെയുള്ള വഴി വിട്ട് ഒഴിഞ്ഞു മാറുക, അതാണ് ദൈവഭക്തൻ ചെയ്യേണ്ടത്. അപ്പോൾ യഹോവ ഭക്തനായ പുരുഷൻ അങ്ങനെയാണെങ്കിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പം യഹോവ ഭക്തിയോട് എപ്പോഴും നിന്നാൽ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയാം, നീ എപ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. അപ്പം എപ്പോഴും ദൈവഭക്തിയോട് നിന്നാൽ ദൈവം അതിന് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കത്തില്ല, ദൈവത്തിൻ്റെ ടൈം ആകുമ്പോൾ ദൈവം അതിൻ്റെതായ പ്രതിഫലം ജീവിതത്തിൽ നമ്മൾ തരാൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവത്തിനെ ഏത് വിധേനയും ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് സാത്താൻ്റെ പദ്ധതി. ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, ശത്രുവിൻ്റെതായ തന്ത്രങ്ങളെ നമ്മൾ
അറിയാത്തവരല്ലല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് പിന്നെ സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വല വിരിക്കും. അപ്പോൾ യഹോവ ഭക്തനെന്ന് പറയുമ്പോൾ മാറി നിൽക്കത്തില്ല. നമുക്ക് ഇവിടെ തന്നെ അറിയാം, ഇത്രയും ഗുണഗണങ്ങളുള്ള അതായത് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച് യോബിൻ്റെ മേൽ സാത്താൻ ദൃഷ്ടി വെച്ചെങ്കിൽ തന്നെ നമുക്ക് എന്താ പുകഴാനും നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, താൻ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ശത്രു എന്തോടെ പിശാച് ഒന്ന് വല വിരിക്കും, ചില കുഴികൾ ഒഴുക്കും, നമ്മൾ ഏതെങ്കിലും കുഴിയിൽ അകപ്പെടുത്താൻ, നമ്മളായിരിക്കുന്ന പദവിയിൽ നിന്ന് നമ്മളെ തള്ളിയിടാനാണ് ശത്രുവിൻ്റെ പദ്ധതി. ഓരോ ദൈവമക്കളും അത് മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഏത് പൊസിഷൻ, ആത്മീയ ജീവിതത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിൽ നാം ആയിരിക്കുന്നു, അതിൽ നിന്നൊക്കെ നമ്മളെ തള്ളിയിട്ട് ഒരു നിമിഷം മതി എല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ. പക്ഷെ അത് നേടിയെടുക്കണേ വളരെയധികം വില കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മളതൊക്കെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയും, ദൈവഭക്തനോടെ താൻ നിന്നതുകൊണ്ട്. കാരണം തൻ്റെ ജീവിതത്തിൽ എന്തെടുക്കുന്നു, ശത്രുവിൻ്റെ പദ്ധതി അല്ല പ്രവർത്തനം ഇല്ലെന്നല്ല, അതിൻ്റെ മധ്യത്തിലും താൻ ദൈവസന്നിധി താൻ ഉറപ്പോടെ നിൽക്കുന്നു എന്ന് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നു. പക്ഷെ ഇവിടെ കാണുവാൻ കഴിയുന്നത് കണ്ട് താൻ വെറുതെ ആണോ യോഗ ഭക്തനായിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ യഹോവ ഭക്തനായിരിക്കുന്ന പുരുഷനെ പറ്റി പറയുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നുണ്ട്, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പോൾ യഹോവയുടെ ദൂതൻ്റെ സംരക്ഷണം ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രശ്നം വന്നാലും ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പ് കർത്താവിൻ്റെ കാര്യം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും നമ്മുടെ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടക്കാൻ നമ്മൾ നോക്കണം. അപ്പം കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അത് ശത്രു ഉണ്ടോ എന്ന് ഞാൻ പറയും, നമ്മളെന്നാ എങ്ങനെ മാറിയിരിക്കാൻ, അതിന് ദിവസം അന്യപ്പെട്ടു പോകാനല്ല, സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നമ്മുടെ വഴി നമ്മൾ സൂക്ഷിച്ചു നോക്കണം. ശത്രുവിൻ്റെ വല്ല പഴുതും അല്ലെ ശത്രു പ്രവർത്തിപ്പാൻ വല്ലയിടമുണ്ട്. ദൈവത്തിൽ സുവിശേഷങ്ങൾ കാണുന്നുണ്ടല്ലോ, മനുഷ്യർ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കള വിതച്ചു വന്ന്. അപ്പം നമ്മളൊക്കെ സാധാരണ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു, ദൈവപുത്രന്മാർ ദിവസം ചെന്നപ്പോൾ സാത്താനെ കൂട്ടത്തിൽ ചെന്നു. അപ്പോൾ സാത്താൻ ഒരിക്കലും സ്വസ്ഥതയോടെ ഇരിക്കുന്നൊരു വ്യക്തിയല്ല. ദൈവം ഭൂമിയിൽ മനുഷ്യൻ്റെ എവിടെ കണ്ണുദൃഷ്ടിയിൽ ഊടാടി സഞ്ചരിച്ചപ്പോൾ പറഞ്ഞു, ഞാനും ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചിട്ട്. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൂതനാണ് ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ട ആ ഒരു അനുഭവത്തിൽ സാത്താന്യ ശക്തിയായി മാറിയെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ദൈവം സർവശക്തനാണ് എന്നാൽ സാത്താൻ ഒരു ശക്തി മാത്രമുള്ളത് നമുക്ക് ദൈവമക്കളെ തിരിച്ചറിയണം. അപ്പോൾ അവിടെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഇപ്പം ഞാനും അങ്ങനെ ഊടാടി സഞ്ചരിച്ചു. അപ്പം ദൈവഭക്തൻ്റെ ദൃഷ്ടി വെച്ച് മറ്റുള്ളവരോടെ ഒന്നും സത്യം പറഞ്ഞാൽ സാത്താൻ ഒരു പ്രശ്നമില്ല. ഇന്ന് ദൈവഭക്തന്മാരെയാണ് തകർത്ത് കളയുവാൻ ശത്രു പലപ്പോഴും പദ്ധതി ഇടുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോ വഴിയിലും നമ്മുടെ ഓരോ നടപ്പിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മൾ പ്രഭാതം തൊട്ട് നമുക്ക് ആയുഷ്കാലം മൊത്തം നമുക്ക് ദൈവദാസൻ അല്ല ദൈവദാസി അല്ല ദൈവഭക്തിയായി ജീവിക്കാമെന്ന് തീരുമാനമെടുക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ ദിവസവും പ്രഭാതത്തിൽ നമുക്ക് ദിവസത്തിന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവഭക്തിയോട് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ദാസന് ദൈവത്തിൻ്റെ ദാസി എന്ന നിലയിൽ ജീവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ അവരുടെ ദൂതൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് അങ്ങനെ നമ്മളത്ര വലിയ കഴിവും പ്രാപ്തിയാണ്, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, തനിക്ക് ചുറ്റും പാളയമിറങ്ങി ദൈവം വിടുവിക്കുന്ന അനുഭവം തൻ്റെ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നു, ദൈവത്തെ ഇങ്ങനെ പറയും, എൻ്റെ ദാസൻ അയ്യോമിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ, അവൻ ഭക്തനാണ്, അവൻ നേരുള്ളവനാണ്, അവൻ ദോഷം വിട്ടകലുന്നവനാണ് എന്നൊക്കെ ദൈവം തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ സാത്താൻ യഹോവയോട് ചോദിക്കുക, വെറുതെയാണോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ശത്രു എവിടെയെല്ലാം നോട്ടമിട്ടു. ഓരോ ദൈവത്തിലും മനസ്സിലാക്കണം. ഒരു ദൈവത്തിനോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. സാത്താൻ നോക്കിയിട്ട് പറയുക, നീ അവന് വേലയിട്ടിട്ടുണ്ട്, അവൻ്റെ വീടിന് വേലയിട്ടിട്ടുണ്ട്, അവനുള്ള സകലത്തിനും ചുറ്റും വേലയിട്ടെ. അപ്പോൾ സാത്താൻ നോക്കിയപ്പം സാത്താൻ മനസ്സിലാക്കിയത് അകത്ത് കടക്കാൻ ദൈവത്തിൻ്റെ സംരക്ഷണ ഇതിന് ചുറ്റുമുള്ള യോബിന് ചുറ്റുമുള്ളത് കൊണ്ട് അകത്ത് കടക്കാൻ തനിക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് പറയുന്നത്, നീ അവൻ്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത്. അപ്പോൾ പിന്നീട് അവൻ്റെ പ്രവൃത്തിയെ നോക്കുന്നു, അവൻ്റെ മൃഗസമ്പത്തിന് അവനുള്ള സകലത്തെയും അത് സാത്താൻ നോട്ടമിട്ടതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ അവർ നീ അവന് ചുറ്റും വേല കെട്ടി അവനുള്ളതൊക്കെ സംരക്ഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവനെ ഭക്തനായിരിക്കുന്നതെന്ന് ഈ സാത്താൻ ദൈവത്തോട് പറഞ്ഞിട്ട് പറയുകയാണ്, തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവ സാത്താൻ പറയുക, അവനുള്ളതൊക്കെ നിൻ്റെ കയ്യിലോട്ട് എന്നെ ഏൽപ്പിച്ചു തരും, പക്ഷേ അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്തത്. നമുക്കവിടെ കാണാൻ കഴിയുന്നു. സാത്താൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ഇത് നമുക്ക് കാണുന്നു, ദൈവത്തിൻ്റെ അനുവാദത്താലാണ് സംഭവിച്ചത്. നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അന്ന് തന്നെ പുറപ്പെട്ടു പോയി. തനിക്കുള്ള മൃഗസമ്പത്തെല്ലാം ഒരു ദിവസത്തെ തന്നെ നഷ്ടപ്പെട്ടു, തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടെന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതെല്ലാം യോബ ഇപ്രകാരം പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്ത് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ, ദൈവനാമത്തിന് മഹത്വം മാത്രം കരയറ്റി. ഇതിലൊന്നും യോബ പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല എന്നാണ് ദൈവം നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നെയും നമുക്ക് കാണാൻ കഴിയും, ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിച്ച് സാത്താൻ വീണ്ടും അവിടെ വരികയാണ്. അവിടെ വന്നിട്ട് പറയുകയാണ്,
ദൈവം ചോദിക്കുന്നു നീ എവിടെ നിന്ന് വരാം. അപ്പോൾ ഞാനിങ്ങനെ ഊടാടി സഞ്ചരിച്ചിട്ട് വന്ന് വീണ്ടും ദൈവം ചോദിക്കുന്നു എൻ്റെ ദാസന അയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുപോ, അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നിട്ട് പറയാം. അവൻ തൻ്റെ ഭക്തി ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, വെറുതെ അവനെ നശിപ്പിക്കാണ്ട് നീ എന്നെ സമ്മതിപ്പിച്ചെന്നു. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞപ്പം സാത്താൻ വീണ്ടും അവരോട് പറയാം, തൊക്കിന് പകരം തൊക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെ തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസം ഒന്നതോടെ. അപ്പോൾ അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. യഹോവ സാത്താനോട് വീണ്ടും പറയുകയാണ്, ഇത് അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തുടരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ നമുക്കറിയാവുന്ന സാത്താൻ അവിടെ നിന്ന് പുറപ്പെട്ട് അവനെ ഉള്ളംകാൽ മുതൽ നിറകെ വരെ വല്ലാത്ത പരിക്കളെ ബാധിച്ചൊരനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ഒരു ഓട്ടിക്കേഷൻ അവിടെ തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ആ സമയത്ത് എൻ്റെ ഭാര്യ പറയുകയാണ്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇയ്യോബ് ഭക്തനായിരുന്നെങ്കിൽ തൻ്റെ ഭാര്യ എത്രമാത്രം ദിവസനിലായിരുന്നു എന്ന് നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയത്തില്ലെങ്കിൽ തന്നെയും താൻ കഷ്ടത്തിലായിരുന്നപ്പോൾ തൻ്റെ ഭാര്യ തന്നോട് ഇങ്ങനെ പറയുകയാണ്, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചുകൾ. അത്രമാത്രം തനിക്ക് ആത്മീയ ജീവിതത്തിലുള്ള സപ്പോർട്ടല്ല എന്ന് നമുക്ക് മനുഷ്യൻ കഷ്ടം വന്നുകൊണ്ടായിരിക്കും. പക്ഷേ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കഷ്ടം വരുമ്പോൾ പരസ്പരം കൈത്താങ്ങലായി ദൈവസ്നേഹത്തിൽ പഴി ചാരുന്ന ഒരു അനുഭവമല്ല. ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് ആ പ്രശ്നങ്ങളുമായി ദിവസങ്ങളിലേക്ക് അടുത്ത് എന്ന് പ്രാർത്ഥിപ്പാൻ നമ്മൾ കടപ്പെട്ടവരാണ്. എന്നാൽ ഇവിടെ ഇപ്രകാരം പറയുന്നത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ തനിക്കൊരു റോളുള്ളതായിട്ടൊന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇതൊക്കെ ഒരു കുടുംബത്തോടുള്ള ബന്ധമുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും, അത് അപ്പനും അമ്മയ്ക്കും മക്കളോടുള്ള ബന്ധത്തിൽ വളരെ ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഇങ്ങനെ പറയുന്നു, നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട് മരിച്ചു കളകാം. അതായത് യോബ് ഇപ്രകാരം പറയുന്നത്, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നെങ്കിൽ തിന്മയും കൈക്കൊള്ളരുത്. കാരണം ദൈവത്തിന് മാത്രമേ അപ്രകാരം പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും നാളെ നന്മയാണ് കൈക്കൊണ്ടത്, ഇനി ഒരു തിന്മയോടെ. പക്ഷെ നമുക്ക് എത്രമാത്രം നന്മയുണ്ടെങ്കിലും നമ്മളൊന്നും, പക്ഷെ ഒരു തിന്മ വരുമ്പോൾ നമ്മൾ ഈ അനുഭവിച്ച നന്മകളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മറന്നു പോയിട്ട് ദൈവത്തെ നമ്മൾ ഒരു തരത്തിലും ദൈവം നമുക്ക് ഒരു നന്മ പോലും ചെയ്യാത്ത രീതിയിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത് ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. അതാണ് ദൈവ മക്കൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഇവിടെ നമുക്ക് അധരങ്ങളാലുള്ള പാപമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു, ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ തൻ്റെ ഭക്തി വ്യർത്ഥമത്രയെന്ന്. അപ്പം എത്രമാത്രം ഭക്തനെന്ന് പുറമേ ആൾക്കാർ പറഞ്ഞ് നമുക്ക് തന്നെ നാം ഭക്തരെന്ന് തോന്നിയാലും തൻ്റെ നാവിന് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ അത് പറയുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ അതെന്തുവാ, താൻ ഭക്തൻ അല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹൃദയം നിറഞ്ഞ കവിയും താവായി പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വായ് ഒരിക്കലും നമ്മുടെ ദേഹത്തിന് പാപ കാരണം ആകരുത്. അപ്പോൾ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ യഹോവ അത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ്. അപ്പം നമ്മുടെ സംസാരം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി പ്രകാരം ഓർപ്പിക്കുന്ന കൃപയോടുകൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ സംസാരം കാരണം ദൈവത്തെക്കുറിച്ചല്ല മറ്റുള്ളവരോട് നാം സംസാരിക്കുമ്പോൾ എന്തായിരുന്നാലും നമ്മുടെ വാക്കുകൾ നമ്മളെപ്പോഴും ഇങ്ങനെ സൂക്ഷിക്കണം. ഇങ്ങനെ ദൈവത്തിൻ്റെ ഇങ്ങനെ ഓർക്കുവാനായിട്ട് എല്ലാ മനുഷ്യനും ഈ രണ്ട് ചെവിയുണ്ട്, സത്യത്തിൽ വായ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് ചെവി കൊണ്ട് നമ്മൾ കേൾക്കാൻ നമുക്ക് വേഗത വേണം, പറയുവാൻ താമസം. അതുപോലെ ഒരു ദൈവഭക്തൻ ഇങ്ങനെ കഴിഞ്ഞിടയ്ക്ക് ഓർപ്പിക്കുവാനിടയായി നമ്മൾ ഈ പ്രാർത്ഥിച്ച് നേടിയതൊക്കെ സംസാരിച്ച് കളയരുതെന്ന്. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കും, ചില സമയത്തൊന്നും നമുക്ക് തന്നെ അറിയാം. ഇപ്പം ഞാനിതിൽ നിന്ന് ഒഴിവുള്ളവളായിട്ടൊന്നും അല്ല പറയുന്നത്. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ സമയങ്ങൾ വേർതിരിച്ചപ്പോൾ അവനെ ഓർപ്പിച്ചൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ മണിക്കൂറിൽ പ്രാർത്ഥിച്ചിടുമ്പോൾ നമുക്കറിയാത്ത നമ്മൾ ഇടപെടേണ്ടാത്ത ഒരു വിഷയമായി. എന്നാലും ചിലപ്പോൾ നമ്മൾ അറിയാതെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞുവെങ്കിൽ പിന്നെ നമുക്ക് ദിവസത്തിൽ ഏറ്റുപറയേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം ഇതിനെപ്പറ്റി പറയുന്നു. 3-ാം അധ്യായത്തിൽ 8-ാം വാക്യം, നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. നാവിനെ പറ്റി പറയുകയാണ്, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷമുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ചിലരുടെ അധരങ്ങൾക്ക് കീഴെ അണലി വിഷമുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ അത് എപ്രകാരം എന്ന് വെച്ചാൽ നമുക്ക് അണലി വിഷത്തെ പറ്റി നോക്കുമ്പോൾ അന്നേരം തന്നെ ആ വ്യക്തി ജീവൻ പോകുന്നൊരനുഭവം. ചില വാക്കുകൾ കേൾക്കുമ്പോൾ അതോടുകൂടി ആ വ്യക്തി അല്ല സഭ, ആ കുടുംബം അവർ തകർന്ന് തരിപ്പണമായി പോകുന്ന അനുഭവങ്ങൾ. അതാണ് ദൈവത്തിൻ്റെ ചിലരുടെ അധരങ്ങൾക്ക് കീഴെ അണലി വിഷമുണ്ട്. വീണ്ടും പറയുകയാണ്, ചിലരുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും, നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്നുണ്ട്. നമുക്ക് എന്താ ചിന്തിക്കാം, പല്ലുകളാണെങ്കിൽ തന്നെ അത് ചിലപ്പോൾ കുന്തമായിട്ടാണ് ഉപയോഗിക്കപ്പെടുക, ചിലപ്പോൾ അത് അസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുക. എന്നിട്ട് പറഞ്ഞാൽ നാവ് മൂർച്ചയുള്ള വാള, ചിലപ്പോൾ ഒറ്റ വെട്ടേ ഉള്ളൂ, അത് രണ്ടായിട്ടൊരു കുടുംബം തകരാം, സഭ തകരാം. അങ്ങനെ പല പ്രശ്നങ്ങളിൽ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ഭാരമായി തീരുവാൻ നമുക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഈ ദിവസം നമ്മുടെ വാക്കുകൾക്ക് ദൈവത്തിൻ്റെ വചനം അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ വചനം നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പം ഞാൻ എൻ്റെ വഴികളെ
സൂക്ഷിക്കും. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കും. ഓരോ ദൈവവചനം പറയേണ്ട കാര്യമാണ്. ദുഷ്ടൻ നമ്മുടെ മുമ്പിലുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയും. ദുഷ്ടൻ അതുകൊണ്ടാണ് പറയുന്നത്, കയ്യിനോട് ദൈവം പറയുന്നത്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. അപ്പം മറ്റൊരാൾ നോക്കിയാൽ നമ്മൾക്ക് നമ്മുടെ പാപത്തെ കീഴടക്കാൻ പറ്റും. നമ്മൾ വ്യക്തിപരമായാണ് അത്. കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുക, ദൈവത്തിന് ജനിച്ചവൻ അത് ലോകത്തെ ജയിക്കും. അപ്പം തന്നെത്താനാണ് ഒരാളെ ഒരിക്കലും ഭാര്യയ്ക്ക് ഭർത്താവിനെയോ അല്ലെ ഭർത്താവിന് ഭാര്യയോ അപ്പനോ അമ്മയ്ക്ക് മക്കളെയോ നന്നാക്കാൻ പറ്റത്തില്ല. ദൈവത്താലാണ് അത്. വ്യക്തിപരമായി നമ്മൾ ആ ദിവസത്തിന് തീരുമാനം എടുക്കുമ്പോഴാണ് തന്നെത്താനാണ് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ പാപ വഴികളെ വിട്ട്, പാപത്തിൻ്റെ വാക്കുകളെ വിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു, അത് പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമായിട്ട്, അതുപോലെ മൂർച്ചയുള്ള വാള. കാരണം ഞാൻ മുമ്പേ ഓർപ്പിച്ചുള്ളൂ, ഒറ്റ വാൾ കൊണ്ട് വെട്ടി അത് രണ്ടായിട്ട് പീസാക്കി കളയത്തക്ക രീതിയിൽ ചില വാക്ക് സംസാരിച്ചു. ചിലപ്പോൾ നമുക്കൊരു ഹൃദയത്തിൻ്റെ അത് അലകളിലേക്കൊക്കെ ചെന്നപ്പോൾ ചില സമയത്ത് നമ്മൾ ഓർക്കും, എങ്ങനെ നമ്മൾക്ക് പോലും ചിന്തിക്കാൻ പറ്റും. ഓർക്കപ്പുറത്തുള്ള വാക്കുകൾ നമ്മുടെ ദീർഘനാളുകൾ. കാരണം ചിലർ പറയും മരണം വരെയോ അതിനെ കുത്തി നോക്കിച്ചുകൊണ്ടൊരു ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, പക്ഷെ പറയുന്നവർ അത്ര ചിന്തിക്കത്തില്ല. പക്ഷേ നമ്മുടെ നല്ല ദൈവഭക്തൻ്റെ ദേവദാസിമാരുടെ ജീവിതത്തിൽ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തത്. അപ്പോൾ ഒരാളെ നമുക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മൾ തളർത്താൻ ശ്രമിക്കരുത്. കാരണം നമ്മുടെ വാക്കുകൾ എപ്പോഴും ദൈവത്തിൻ്റെ കൃപയോട് കൂടിയതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കതുപോലെ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നു, അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അറ്റവൃക്ഷം ഒരു പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉറുപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ഗ്രഹിക്കാനുള്ളതേ ഉള്ളൂ. ദൈവം ഓർപ്പിച്ചുകൊണ്ടാവും അതിനങ്ങനെ വായിച്ചു എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വാക്കുകൾ ഇതിനങ്ങൾ എപ്രകാരമെന്ന് അവിടെ അധരങ്ങളാൽ പാപം ചെയ്യുന്ന മുഖാന്തരമാകാതെ ഒരിക്കൽ കൂടെ നമ്മെ തന്നെ സമർപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നു, ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടതയിൽ കൂടെ ആയിരുന്ന അനുഭവങ്ങൾ താൻ ദൈവത്തിൽ നിന്ന് പറയുകയാണ്. ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നെങ്കിൽ തിന്മയും കൈക്കൊള്ളരുതെന്ന്. പിന്നീട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ഇയ്യോബിൻ്റെ കഷ്ടത അറിഞ്ഞിട്ട് തൻ്റെ സ്നേഹിതന്മാർ തന്നെ കാണുവാൻ വേണ്ടി കടന്നു വരുന്നു. എന്നാൽ കാണുന്നു, അവൻ്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവരാരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പുകൾ തന്നോടുകൂടി നിലത്തിറങ്ങണം. അത്രമാത്രം താൻ കഷ്ടതയിൽ കൂടി കടന്നുപോയ ഒരു അനുഭവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇയ്യോബ് തൻ്റെ അനുഭവം പറയുകയാണ്, എൻ്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു എന്ന്. തൻ്റെ വിത്തരമായ ജീവിതത്തെ നോക്കി ഇയ്യോബ് പറയാം, എൻ്റെ ദേഹം മുഴുവൻ പുഴുവാണ്. അങ്ങനെ നമുക്ക് അത് ചിന്തിക്കാവുന്നു. ചെറിയൊരു വരി വന്നാൽ പോലും നമുക്ക് വേദനയും അസഹ്യമാണ്. അതുപോലെ പുഴു വരത്തക്കവണ്ണം അത്രമാത്രം കാഠിന്യമേറിയ അനുഭവത്തിൽ താനായിരുന്നു എന്നാണ് ദൈവത്തിൽ കാണുന്നത്. പുഴുവും മൺകട്ടയും ഉടുത്ത് വീണ്ടും പറയുകയാണ്, എൻ്റെ ത്വക്കിൽ പുൺവായികൾ അടഞ്ഞിട്ട് അത് പഴുത്ത് വീണ്ടും പൊട്ടുന്നു. അപ്പോൾ പഴുത്ത് പൊട്ടിയാൽ വീണ്ടും അടുത്ത ദിവസം വീണ്ടും വ്രണമാകുക. തന്നോട് ചൊറിച്ചിൽ സഹിക്കാൻ വയ്യ. അതുകൊണ്ട് അവർ താൻ ചൊറിഞ്ഞുകൊണ്ട് ചാരത്തിലിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തനിക്ക് ആശ്വസിക്കാൻ അല്ലെ ആശ്വസിപ്പിക്കാൻ തനിക്ക് ആരുമില്ല. ആശ്വസിപ്പാൻ വന്നൊരിത് കണ്ടിട്ട് അവർക്ക് പോലും ഒരു വാക്കും മിണ്ടാനാവാതെ അവിടെ ഇരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇപ്രകാരം പറയുന്നതായിട്ട് കാണുന്നു, തൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു എന്നതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല, ദൈവത്തിന് ഭോഷത്വം ആരോപിച്ചില്ല എന്നാണ് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇപ്പം യോബ് ഇപ്രകാരം പറയുകയാണ്, തൻ്റെ അനുഭവത്തുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു, അവൻ വിളി കേൾക്കുന്നില്ല. പണ്ട് യോബ് പറയാറുണ്ട്, ഞാനിങ്ങനെ പട്ടണത്തിലോട് ചെല്ലുമ്പോൾ കാരണം പ്രായമുള്ളവർ പോലും എന്നെ കണ്ട് എഴുന്നേൽക്കും, യൗവനക്കാരെന്നെ എഴുന്നേൽക്കും. അതുപോലെ കാല് വെണ്ണ കൊണ്ട് കഴുകുന്നൊരു കാല് അത്രമാത്രം സമൃദ്ധിയിൽ കഴിഞ്ഞ ഒരു ഭക്തനാണെങ്കിൽ തന്നെ അത്രമാത്രം സമൃദ്ധിയിലായത് യോബ്. നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന പറയുകയാണ്, ഞാൻ എൻ്റെ ദാസനെ വിളിച്ചപ്പോൾ ഇപ്പം വിളി കേൾക്കുന്നില്ല. കാരണം കഷ്ടതയിലായപ്പം പണ്ട് യജമാനായിരുന്നു എന്നൊക്കെ പറയാൻ ശരിയാണെങ്കിലും ദാസന്മാരും തൻ്റെ വ്യക്തമായ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ ദാസനെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അത് അസഹ്യമാണ്, എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവൾക്ക് അത് അറപ്പായി തീർന്നിരിക്കുന്നു, എൻ്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നുവെന്ന് യോബ് തൻ്റെ അനുഭവത്തോട് ചേർന്ന് പറയുകയാണ്. വീണ്ടും ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നു, ഈ പ്രതിസന്ധിയിൽ കൂടെ ഒക്കെ കടന്നു പോയപ്പം യോബ് ഇപ്രകാരം പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ ദൈവത്തെ കാണും. അത് ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. അതാണ് ഒരു ദൈവഭക്തൻ്റെ പ്രത്യാശ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ പറയുന്ന യഹോവാഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. അപ്പോൾ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച കഷ്ടത ഒരിക്കലും അവനെ തകർക്കാനല്ല, കഷ്ടതകൾ എന്തെടുക്കാനും ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, ഒത്തിരി കഷ്ടങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി വേദനകളൊക്കെ ജീവിതത്തിൽ നേരിട്ടപ്പോഴും അതിലൊന്നിലും യോബ് തൻ്റെ വാക്കുകൊണ്ടോ താൻ ദൈവത്തെ ദുഷിക്കുകയോ ദൈവനാമത്തിന് അവമാനം വരുന്ന സാഹചര്യങ്ങളൊന്നും താനായിരുന്നില്ല എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു, കൊടുങ്കാറ്റിൽ എല്ലാം നഷ്ടപ്പെട്ട യോബിന് ചുഴലിക്കാറ്റിൽ ദൈവം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുന്നു. മുമ്പേ ഉണ്ടായിരുന്നൊക്കെ ദൈവം അവന് ഇരട്ടിയായിട്ട് നൽകി. ദൈവം അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ്റെ പിൻകാലത്തേക്കാൾ
ദൈവം മുൻകാലത്തെക്കാൾ ദൈവം പിൻകാലത്തെ ദൈവം അധികമായിട്ട് അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ താൻ കടന്ന് എത്രത്തോളം സ്വർഗത്തിലെ ദൈവം അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കഷ്ടത എന്ന് നമ്മളെ എന്തോ അതോടുകൂടി നമ്മളെ താർക്കണം. എല്ലാറ്റിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. കുറച്ച് നാൾ നമുക്ക് കഷ്ടതയാണെന്ന് പറഞ്ഞാലും അതിനപ്പുറം കഷ്ടതയ്ക്കപ്പുറം ദൈവത്തിൻ്റെ നീക്കുപോക്കിൻ്റെ സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. പിന്നെ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം ചില വാക്കുകൾ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ദൈവം ഞങ്ങളെ നടത്തിയ വഴികളും വിടുവിച്ച വിധങ്ങളും ദൈവപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനൊക്കെ ദൈവം കടത്തി കൊണ്ടുവന്ന വഴികളെ ദൈവസന്നിധി ദൈവനാമഹത്വത്തിനായി പ്രസ്താവിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. കഷ്ടതയാകിലും പ്രിയൻ പോയ പാതയിൽ പിന്തുടരും ഞാൻ അന്ത്യത്തോളവും. കഷ്ടതയാകിലും പ്രിയൻ പോയ പാതയിൽ പിന്തുടരും ഞാൻ അന്ത്യത്തോളവും. നിർത്തുന്നു നാഥൻ എന്നെ തിരുകൃപയിൽ, നിർത്തുന്നു നാഥൻ എന്നെ തിരുകൃപയിൽ. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകുന്നോൻ പോറ്റിയിടും എന്നെ എന്നും അതിശയമായി. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകുന്നോൻ പോറ്റിയിടും എന്നെ എന്നും അതിശയമായി. സിയോനിൽ ചെല്ലുവോളം നടത്തിടുന്നു, സിയോനിൽ ചെല്ലുവോളം നടത്തിടുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ കുടുംബമായി വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. റാന്നിയോട് അടുത്താണ്. എങ്കിൽ തന്നെ ഞങ്ങൾ കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾ കുടുംബമായി നേരത്തെ കർത്താവിൻ്റെ വേലയിലൊന്നും അല്ലായിരുന്നു, ഞങ്ങൾ ഡൽഹി പട്ടണത്തിലായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ജോലിയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ കൃപയാൽ ദൈവസനിലേക്ക് അടുത്ത് വരുവാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാനൊക്കെ അനുഭവം പറഞ്ഞ് ഞാൻ പലപ്പോൾ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. ഒരു ബുക്ക് എഴുതി വെക്കത്തക്കണം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന അനുഭവങ്ങളുണ്ട്. എങ്കിലും ദൈവം എന്നെ ഓർപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവമഹത്വത്തിന് വേണ്ടി പ്രസ്താവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ജോലിയുടെ ബന്ധത്തിലോട്ടായിരുന്ന അനുഭവത്തിൽ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ കടന്നു വന്ന് അങ്ങനെ അവസാനം കർത്താവിൻ്റെ ഹിതം അല്ലെ കർത്താവിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിന് ഞങ്ങളോട് ദയ തോന്നി, ദൈവത്തിന് കൃപ തോന്നി. അപ്പോൾ ദൈവകൃപയാൽ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവത്തിൽ അനുഭവിച്ചറിയുവാൻ, സ്നാനപ്പെടുവാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് അവസരം ഒരുക്കി. കാരണം ഒരിക്കലും കത്തോലിക്ക വിശ്വാസത്തിലായതുകൊണ്ട് എനിക്ക് കർത്താവിൻ്റെ ദാസന് താല്പര്യം. പലപ്പോഴും ഞങ്ങൾ വിവാഹം കഴിഞ്ഞാണ് ഡൽഹി പട്ടണത്തിൽ പോയത്. പക്ഷെ എനിക്ക് ഇങ്ങനെ സത്യത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് ഓർണമെൻറ്റ്സൊക്കെ മാറ്റി ആ ഒരു അനുഭവത്തിൽ ഇപ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒത്തിരി നാളുകൾ ദേവദാസനോട് ചർച്ച ചെയ്ത് ബന്ധുക്കോസുകാരെന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരോട് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കാതെ വിട്ടൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഞാൻ നാളുകൾ ചിന്തിക്കാറുണ്ട്. കാരണം അത്രമാത്രം കത്തോലിക്കയ്ക്ക് ആ അനുഭവത്തിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ തീഷ്ണത നിന്നൊരാൾ. അതുപോലെ ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നതിനോട് എനിക്കൊരു ചില താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും അതിൽ നിന്ന് കാരണം ബന്ധുക്കോസിൽ പോയി ആഭരണം പോലെ അതെനിക്കൊരു വെല്ലുവിളിയായിട്ട് വന്നുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും ബന്ധുക്കോസിലെ പ്രാർത്ഥനയൊക്കെ എനിക്കിഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കൊക്കെ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങളുടെ പേരൻസ് ആയിരുന്നുകൊണ്ട് പ്രാർത്ഥനയൊക്കെ വളരെ ചിട്ടയോടുകൂടെ ആയിരുന്നു. വൈകിട്ടും രാവിലെയും പ്രഭാത പ്രാർത്ഥന 5 മണിക്ക്, വൈകിട്ട് അതുപോലെ 6:15 പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെ പ്രാർത്ഥനയോടൊക്കെയാണ് വളർന്നു വന്നത്. എങ്കിലും കത്തോലിക്ക വിശ്വാസമായിട്ട് ഓർണമെൻറ്റ്സൊക്കെ മാറ്റി അങ്ങനെയൊന്നും പോകാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. ഇപ്പോൾ ദേവദാസം പലപ്പോഴും എന്നോട് പറഞ്ഞു നമുക്ക് ചർച്ചിൽ പോകണം, വളരെ സന്തോഷവും സമാധാനം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ബന്ധുക്കോസിൽ പോകുന്നതിനോട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാം, പക്ഷേ ഓർണമെൻറ്റ്സ് ഒന്നും വരാൻ പറ്റില്ല. അവിടെ ചെന്ന് അവർ സ്നാനപ്പെടാൻ പറയുന്നത്. അങ്ങനെ ചില നാളുകൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു പോകുവാനിടയിൽ അങ്ങനെ രക്ഷിക്കപ്പെടുവാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. അത് 93 രക്ഷിക്കപ്പെട്ടു, 94 സ്നാനപ്പെടുവാൻ ദൈവം അവസരം നൽകി. എന്നാൽ പിന്നീടുള്ള നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ മുമ്പേ ആദ്യം തന്നെ പറഞ്ഞ പോലെ അനേക ശോധനകൾ കടന്നു വന്നു. കാരണം കർത്താവിൻ്റെ വേലയ്ക്കുള്ള വിളിയുണ്ടെന്ന് അനേക ദൈവഭക്തന്മാർ അറിയിച്ചു. കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾക്കത് എപ്രകാരം ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. എന്നാൽ ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞിട്ടുണ്ട് ശാരീരികമായ ചില പ്രയാസങ്ങൾ. കർത്താവിൻ്റെ ദാസൻ്റെ സഹോദരൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, താൻ ഒറ്റയ്ക്കായപ്പോൾ ആ സമയത്ത് ശാരീരികമായ പ്രയാസങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നീട് അമ്മ കഷ്ടങ്ങൾ വന്നപ്പോൾ ഈ ഒരു അനുഭവം ഞങ്ങളോട് പറയുവാനിടയായി. അങ്ങനെ ദൈവാലോചനയുണ്ടെങ്കിലും അന്ന് അക്ഷയപ്പട്ടം പഠിക്കാൻ പോകണമെന്നുള്ള താല്പര്യത്തിൽ പോയപ്പോൾ പറഞ്ഞു ഒരു മോനേ ഉള്ളൂ. ഒരു മോനുള്ളത് കൊണ്ട് അത് കത്തോലിക്ക കാരണം ഫാമിലി അതോടുകൂടി സ്റ്റോപ്പ് ആകില്ലെന്ന് അവരതുകൊണ്ട് അനുവദിച്ചില്ല. പിന്നീടാണ് ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു എൻ്റെ വിവാഹം ഞങ്ങളുടെ കഴിഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ വിലയങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞങ്ങളുടെ ജോലി കാര്യങ്ങളായിരുന്നു. വിവിധമായ ശോധനയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. മൂത്ത മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം അവളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ സ്നാനപ്പെടുവാൻ കർത്താവ് അവസരം നൽകി. എന്നാൽ
ഓപ്പറേഷൻ ഡെലിവറി ഉള്ള ബന്ധത്തിൽ എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. വളരെ ക്രിട്ടിക്കലായിട്ടൊരു അനുഭവത്തിൽ കുഞ്ഞിൻ്റെ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ ഞങ്ങളെ കാണിച്ചത്. കാരണം അത്രമാത്രം ശാരീരികമായ പ്രയാസങ്ങൾ കുഞ്ഞിനും എനിക്കും നേരിട്ടു. അപ്പോൾ എൻ്റെ സ്റ്റിച്ചൊക്കെ കാരണം ഓപ്പറേഷൻ സിസേറിയൻ ചെയ്തു. അപ്പോൾ അടുത്ത് അത് പൊട്ടുവാനിടയായി. വീണ്ടും പക്ഷേ സ്റ്റിച്ച് ഡ്രസ്സിങ് ചെയ്യാൻ കഴിയാത്തിരുത്. കാരണം ഈ അന്നത്തെ 94 ടേപ്പ് ഇളക്കുന്ന സമയത്ത് സ്കിൻ ഉൾപ്പെടെ ഇളകിപ്പോരും. അങ്ങനെ പിന്നീട് ആ മുറിവുകൾ മൊത്തം ഓപ്പണായിട്ട് അത് ഡ്രസ്സിങ് ചെയ്യാൻ ആവാതെ ഓപ്പണായിട്ട് കഴിയുന്നിടം വരെ ഹോസ്പിറ്റലിൽ 27 ദിവസത്തോളം കഴിയേണ്ടതായിട്ട് വന്നു. ശരിക്കും മരണം മുമ്പിൽ കൊണ്ടൊരു അനുഭവം എന്ന് പറയാം. ഞാനിങ്ങനെ അന്ന് പാസ്റ്റർ എന്നെ തന്നെ പറയുകയും ചെയ്തു, കുഞ്ഞിനെ കൊണ്ട് വളർത്തണം. അത്രമാത്രം ജീവിതത്തിൽ ആദ്യമായിട്ട് കഷ്ടത്തിൽ കടന്നു പോയൊരു അനുഭവമായിരുന്നു. അങ്ങനെ പിന്നെയും ജീവിതത്തിൽ സൗഖ്യത്തോടെ ദൈവം നടത്തിയ ജീവിതമായ ശോധനകൾ കടന്നു. ദൈവദാസൻ എവിടെ ചെന്നാലും തലവേദനയാൽ വളരെ ഭാരപ്പെട്ട് ജോലി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ താൻ ഭാരപ്പെട്ട് ജോലിക്ക് ചെല്ലുമ്പോൾ തലവേദന, തിരിച്ചു വരുമ്പോൾ യാതൊരു കുഴപ്പമില്ല. അങ്ങനെ പലപ്പോഴും ജോലി മാറി മാറി പല സ്ഥാപനങ്ങളിൽ പോയി. പക്ഷെ അതൊന്നും സ്ഥിരതയോടെ നിൽക്കുവാനോ ഒരു തരത്തിലും ജോലി മുന്നോട്ട് കഴിയാതെ ഭാരപ്പെട്ടു. അതിനുശേഷം കുഞ്ഞിനും പലവിധമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അപ്പോൾ എപ്രകാരം ഒന്ന് ഞങ്ങൾക്ക് വാടക കൊടുക്കണം, താമസിക്കണം, വിവിധ കാര്യങ്ങളുണ്ട്. ഒന്നിലും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ അവസാനം ഒരു ഗത്യന്തരം ഞങ്ങളതിന് പറയും 18 അടവുണ്ട് 19 എത്രമാത്രം കഷ്ടത്തിൽ കൂടെ ദൈവം ഞങ്ങളുടെ വാടക കൊടുക്കാൻ അവർ ബുദ്ധിമുട്ടിക്കും. വിവാഹത്തിലെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അന്നത്തെ സാഹചര്യങ്ങളാണ് ഡൽഹി പട്ടണത്തിലായിരുന്ന അനുഭവങ്ങളിൽ. കാരണം നമുക്ക് നാട്ടിലെ പോലെ നമുക്ക് മറ്റാരും സപ്പോർട്ടില്ല. എന്നാൽ ഞങ്ങൾ അന്ന് ആരോടും ഒരു ആവശ്യം പറയത്തില്ല. കർത്താവ് നമ്മുടെ ആവശ്യം, കർത്താവിൽ അത്രമാത്രം വിശ്വാസത്തോടെ, കാരണം കുറച്ചാൾ വിശ്വസിച്ച് വരാൻ ഞങ്ങൾ താമസിച്ചെങ്കിൽ തന്നെ അത്രമാത്രം വിശ്വാസത്തോടെ തീഷ്ണതയോടാണ് ദൈവത്തിന് വേണ്ടി ഇറങ്ങുവാനിടയായത്. അങ്ങനെ പക്ഷേ ഞങ്ങളുടെ പാസ്റ്റർ ആൻറ്റി അവിടുത്തെ വളരെ സ്നേഹത്തോടെ കരുതുകയും ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ പേരൻസിനെക്കാട്ടും ഞങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ ഭയത്തോടു കൂടെ ഞങ്ങളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു പാസ്റ്ററും കുടുംബമാണ്. അന്നും അങ്ങനെ തന്നെയാണ്. അവർ ഞങ്ങളെ ഒത്തിരി ഞങ്ങളൊന്നും പറയാത്ത എങ്കിലും റൂമിൽ വന്ന് എല്ലാം തിരക്കി നോക്കുകയും അവരാലാവുന്ന പോലെ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ മാനുഷികമായതിൽ എല്ലാ കാര്യങ്ങളും അസ്തമിക്കുന്ന പോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അവർക്കും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന അത്രമാത്രം അവിടുത്തെ ചർച്ചിൻ്റെ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളാണ്. പിന്നീട് ഞങ്ങൾ ഓർത്ത് വരെ നാട്ടിലേക്ക് തിരിക്കാവുന്ന, അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് 30 രൂപയും ഇതൊരു ബാഗ് നിറയെ മെഡിസിൻ, കുഞ്ഞിനെ വേണ്ടിയുള്ള മെഡിസിനാണ്. കാരണം പല രോഗങ്ങളിൽ അവൾക്ക് പ്രയാസങ്ങളായിട്ട് ഒന്ന് മാറി ഇന്നൊരു ദിവസമാണ് നാളെ വരാം. അങ്ങനെ ചില ദിവസങ്ങളിൽ 4ഉം 5ഉം പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അനുഭവം. ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്, എന്തിനായി വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലയോ എന്ന് പോലും അന്ന് പാസ്റ്ററോട് ചോദിച്ച അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവിടെ ഞങ്ങൾ 30 രൂപ ഒരു ബാഗ് നിറയെ മെഡിസിൻ, ഒരു ബാഗ് ഞങ്ങളുടെ ഡ്രസ്സ്, പിന്നെ ഒരു ബോട്ടിൽ വെള്ളം. അന്ന് അതായത് 95-ലാണ്. അന്ന് എനിക്ക് ഇങ്ങനെ വെള്ളം മേടിക്കാൻ കിട്ടുമെന്നും അറിയില്ല. എങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഉള്ളൊരു സാഹചര്യം. അങ്ങനെ ഈ ഒരു ബോട്ടിൽ വെള്ളം അന്ന് തന്നെ തീർന്നു. പിന്നെ ബോട്ടിൽ കുടിച്ച് കുഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ട് അവർക്ക് 1.5 വയസ്സുണ്ട്. ആ ബോട്ടിൽ അങ്ങ് നഷ്ടപ്പെട്ടു. പിന്നെ അന്നത്തെ സമയത്ത് 10 രൂപ കൊടുത്ത ഒരു ഫുഡ് കിട്ടും. അതിനകത്ത് 3 പൂരിയും അല്പം ചോറും ഒരു നാരങ്ങാച്ചാറും. അന്ന് 95-ലെ കാര്യം പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ അമ്മയുണ്ടായിരുന്നു. കാരണം ഡെലിവറി ഉള്ള ബന്ധത്തിൽ എനിക്ക് വയ്യാഞ്ഞതുകൊണ്ട് അമ്മയോട് വന്നിരുന്നു. അങ്ങനെ ഈ ചോറ് അമ്മയ്ക്ക് കൊടുത്തു. ഞങ്ങൾ 3 പൂരി 2 കൂടെ കഴിച്ചു. പിറ്റേ ദിവസമായപ്പോൾ പിന്നെ 10 രൂപ തീർന്നു. അടുത്ത ദിവസം 10 രൂപ കൊടുത്ത് മാങ്ങ മേടിച്ചു. 2 മാങ്ങ കിട്ടി. ഒരു മാങ്ങ ഉച്ചയ്ക്ക് സേലം മാങ്ങ പീസ് ചെയ്ത് വൈകിട്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് മാങ്ങ കഴിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. നാട്ടിൽ വന്നപ്പോഴും ഞങ്ങൾക്കുള്ളതെല്ലാം ഇവിടെയും ദൈവം ഇല്ലാത്തൊരനുഭവത്തിലാക്കി. കാരണം പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ അവിടെ ആയിരുന്നുകൊണ്ട്. അന്നത്തെ കാലത്ത് ഫോണൊന്നുമില്ലല്ലോ. അപ്പോൾ മദ്യപിക്കുകയും ചീട്ട് കളിക്കുകയും അങ്ങനെയൊക്കെ താൻ നഷ്ടപ്പെടുത്തുന്നൊരു അനുഭവം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വേറൊരു ഭവനത്തിലേക്ക്, തൻ്റെ സ്നേഹിതൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾക്ക് വളരെ പ്രേമ സ്വന്തമായിട്ട് ഭവനമുണ്ട്. അതൊക്കെ ചീട്ട് കളിച്ചു അങ്ങനെ മദ്യപിച്ചു അതൊക്കെ നഷ്ടപ്പെടുത്തിയൊരു അനുഭവമാണ്. പക്ഷേ അന്ന് ഫോണൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ദൈവമക്കളായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. നമുക്ക് പരസ്പരം വാഗ്വാദമോ അല്ല എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദൈവസന്നിധി അതെല്ലാം ദൈവം അറിയാതൊന്നും അല്ല എന്നുള്ള തീരുമാനത്തോടെ അങ്ങനെ കഴിഞ്ഞുകൂടി. പിന്നെ അവിടെ നമുക്ക് ആർക്കും കഴിയാതെ പല വാടക ഭവനങ്ങൾ മാറി താമസിച്ചു. അപ്പോൾ അതിനുശേഷം വീണ്ടും ദിവസം ഞങ്ങളെ നാട്ടിലാക്കിയിട്ട് ഒന്നുകൂടെ തിരിച്ചു പോയിട്ട് പിന്നെ താൻ ശരീരം തലവേദന ഭാരപ്പെട്ട് മടങ്ങി വന്നു. പിന്നെ ദൈവവചനം പഠിക്കാനായിട്ട് താൻ കടന്നുപോയി. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാ ബുധനാഴ്ച ഒരു പ്രയർ ക്രമീകരിക്കുമായിരുന്നു. ആ പ്രാർത്ഥന അതായത് വടശ്ശേരിക്കര് അനേക സമുദായസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇവിടെ കടന്നു വരികയും അങ്ങനെ കൂട്ടായ്മ സംബന്ധിക്കുകയും ചെയ്തു. എന്നാൽ ചില ആൾക്കാർ ഒരു ശരിക്കും മദ്യപാനിയായിട്ട് വഴിയോരങ്ങളിൽ അങ്ങനെ ഓടകളിലൊക്കെ കിടക്കുന്നൊരു മനുഷ്യൻ, അദ്ദേഹം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പാസ്റ്റർ അന്നേരം ദൈവവചനം പഠിച്ചിട്ട് അദ്ദേഹം വന്നു. ഇപ്പോൾ ദൈവ ആരാധന തുടങ്ങുകയാണ്, ഞാൻ വരാം. ആ ഒരു മനുഷ്യൻ്റെ വിടുതലിന് വേണ്ടി ദിവസത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രവർത്തനം, ഒരു വാടക വീടെടുത്ത് പ്രവർത്തനം ആരംഭിക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഒന്നും കണ്ടിട്ടല്ല ഞങ്ങൾ വാടക ഭവനത്തിൽ കഴിയുന്നു. അതുപോലെ വീണ്ടും
വാടകയ്ക്കാണ് ദിവസവിടെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഇന്ന് പക്ഷേ അതൊരു വടശ്ശേരിക്കര സെൻട്രൽ ചർച്ചായി, ചർച്ച പോലുള്ള ബന്ധത്തിലായി തീർത്തക്കണം സുഹൃത്ത് ദൈവാനെ ഫിസാലിലേക്ക് കൊണ്ടുവന്നു. അത് ദൈവനാമഹത്വത്തിന് കാരണമായി. അത് പ്രസ്താവിക്കുന്ന ദിവസമുള്ള ബന്ധത്തിൽ ഒരു ചർച്ച പണിയുവാൻ, അതിൻ്റെ അനുബന്ധ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ, സ്നാനക്കുള്ള സെമിത്തേരിക്കുള്ള ക്രമീകരണം അനേകരും. കാരണം ആ സമയത്ത് ആരെങ്കിലും ചർച്ചിലോട്ട് വരുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ സാമെന്നാണ് അദ്ദേഹത്തെ പാസ്റ്റർ പേര്. സാമിൻ്റെ കൂടെ പോയാൽ നിങ്ങൾ എവിടെ അടക്കുന്നത്? അതെല്ലാവരും കാരണം നമ്മൾ പലപ്പോഴും ദിവസം ജീവിക്കാനായിരുന്നു ആൾക്കാർ ചോദിക്കുന്നത് എവിടെ അടക്കുമെന്നുള്ളത്. അതായിരുന്നു അന്നത്തെ ചോദ്യം. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ സെമിത്തേരിക്ക് സ്ഥലം വാങ്ങിക്കുവാനുള്ള ക്രമീകരണം കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. ദൈവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി ആദ്യം സെമിത്തേരിക്ക് സ്ഥലം മേടിച്ചു. പിന്നീടാണ് ചർച്ചിൻ്റെ ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്തത്. അപ്പം ഞങ്ങളിങ്ങനെ ഷിഫ്റ്റ് ചെയ്തപ്പം ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, അത് ഇവരെ പറ്റി എന്താ പറയാൻ, ഇവർ ഇന്ന് ഇവിടാണ്, നാളെ വേറെ എടുത്താൽ. കാരണം ഈ സർക്കസുകാരെ പോലെ, കാരണം ഷിഫ്റ്റ് ചെയ്യുവാണല്ലോ. അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ഇത് അത്രമാത്രം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞല്ലോ എന്ന് മനസ്സിലായി. ഇതൊന്നും പറയാൻ പോയില്ല കർത്താവ്. പക്ഷെ നാളുകൾ ഇതൊക്കെ കർത്താവ് ഓരോ വാക്കും ആരും പറഞ്ഞു കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ യഹോവ തൻ്റെ ദൃഷ്ടി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ദൈവം അത് കേട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മോളോട് പറയായിരുന്നു, ഇപ്പം ഞങ്ങൾ ഈ പാർക്കുന്ന ഈ ഭവൻ അത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ ആ വ്യക്തി, ആ പറഞ്ഞ സഹോദരൻ തൻ്റെ വീടിൻ്റെ വാതിക്കൽ നിന്ന് നോക്കിയാലും മുറ്റത്തിറങ്ങി വെളിയിലിറങ്ങി നോക്കിയാലും നോക്കുന്നത് ഞങ്ങൾ പാർക്കുന്ന ഈ ചെറിയ ഭവനവും അതുള്ള ഇവിടെ തന്നെ നമ്മൾ ചർച്ച പണിതു. അതാണ് കാണുക. കാരണം ഇവർ സർക്കസുകാരെ പറയും ഇന്ന് വിടാമെന്ന് നാളെ വേറെ, ഇവരെ പറ്റി എന്തോ പറയാനാന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന അനുഭവത്തോടെ ചേർന്ന് പറയാൻ തക്കണ കർത്താവ് വഴി നടത്തി. അങ്ങനെ ഈ ദേശത്ത് തന്നെ ഒരു സ്ഥലം നമുക്ക് കിട്ടത്തില്ല, ചർച്ച പണിയാൻ കിട്ടത്തില്ല, ലഭിക്കത്തില്ല. ഇവർ പലരും പരദേശിയായിട്ട് വന്ന് വാർക്കുന്നവനാണ്. അന്ന് ഞങ്ങൾ സത്യത്തിൽ അധികം പ്രായമില്ല. അപ്പോൾ ഈ പയ്യൻ്റെ കൂടെ പോയി എന്തോ ഇതിന്നൊക്കെ അന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ്. അങ്ങനെ എല്ലാവരും ഒരു തരത്തിലും മുന്നോട്ട് പോകത്തില്ലെന്ന് പറയും. 25 വർഷത്തോളമായി ഇവിടെ ദേവസഭയുടെ പ്രവർത്തന അനുഗ്രഹമായി നടക്കുന്നു. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ ജയത്തോടെ നടത്തി ദേവസഭ ദേശത്ത് അനുഗ്രഹമായി പോകുന്നു. ഇനി ഞങ്ങളുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളെ സത്യത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ കടന്നപ്പോൾ ദേവസഭയുടെ ക്രമീകരണങ്ങളൊക്കെ വന്ന് ഞങ്ങളെ വളരെയധികം സാമ്പത്തികമായ പ്രതിസന്ധി പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ കഴിയാതെ 2 വർഷത്തോളം CBSE സ്കൂളിൽ പഠിപ്പിക്കുവാൻ അപ്പോൾ ഞങ്ങൾക്ക് അവസരം നൽകി. എന്നാൽ 3-ാം വർഷമായപ്പോൾ ഞങ്ങൾക്ക് 2 വർഷത്തെ ഫീസ് കൊടുക്കാനുണ്ട്. ഇനിയും കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിടാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിട്ടില്ല. അപ്പം ഞങ്ങൾ 3-ാമത്തെ വർഷം 2 ദിവസം വിട്ടില്ല. 3-ാമത്തെ ദിവസമായപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ കുടുംബമായി കുഞ്ഞുങ്ങളും വൈഫുമായിട്ട് വീട്ടിൽ വന്നിട്ട് പുസ്തകമായിട്ടാണ് വന്നിട്ട് ഒരു നാളെ തൊട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം. കാരണം മനുഷ്യന്മാരിതിൽ നോക്കുമ്പോൾ ആ സ്കൂളിൽ 1 മാസം ഫീസ് കൊടുക്കാത്തവർ എണ്ണിപ്പിച്ചെടുത്തുന്ന അനുഭവമുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളെ എണ്ണിപ്പിച്ചെടുത്തു, എന്തെങ്കിലും പറയുമോ ഒന്നും അവർ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് ഏകദേശം ഒരു 3.5-4 വർഷം കഴിഞ്ഞൊക്കെയാണ് ഫീസ് കൊടുക്കുന്നത്. അങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കാൻ ദിവസം നൽകി. എന്നാൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദേവദാസനെ പ്രകാരം മൂത്ത മോളോട് ദേവാലയത്തിന് പറഞ്ഞു, ഉന്നതന്മാരുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഞാൻ നിന്നെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കും, നിൻ്റെ പേരിനോട് കൂടി സ്ഥാനപ്പേര് ലഭിക്കും. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ വല്ല ദൈവത്തെ സ്വപ്നം കാണുന്നവരെല്ലാം, പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്നൊരു സ്വഭാവം അന്ന് ഇന്നും കർത്താവിൻ്റെ വചനത്തിൽ ദൈവത്തോളം ശക്തിയുണ്ട്. അതിൻ്റെതായ പ്രാധാന്യം. അപ്പോൾ അത് കണ്ണുമടച്ച് വിശ്വത്തിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു സാധ്യതയും ഞങ്ങളുടെ മുമ്പിൽ അത് +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് നോർമലായിട്ട് പോലും നേഴ്സിങ്ങിന് പോലും വിടാനുള്ള സാഹചര്യം ഞങ്ങളുടെ മുമ്പില്ല. അപ്പോൾ ഞാനും മോളും കൂടി 21 ദിവസം അങ്ങനെ ഫാസ്റ്റിംഗ് എടുത്തു. അങ്ങനെ ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് സമയത്ത് ഇപ്പോൾ ദേവദാസിൻ്റെ പ്രകാരം പറഞ്ഞു, നിൻ്റെ മകളെ മംഗലാപുരത്തോ അല്ലെ ബാംഗ്ലൂരോ വിട്ടത് പഠിപ്പിക്കാനല്ല, യൂറോപ്പിൽ വിട്ടാൽ പഠിപ്പിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ ദൈവം അത് ചെയ്യുന്നു. അപ്പം ഞാനും മോള് ഞങ്ങളിങ്ങനെ ദൈവത്തിൻ്റെ വചനം എവിടെയും കേട്ടാൽ ഞങ്ങൾ ശരിക്കും മോളിങ്ങനെ ഏസ് എന്ന് പറയും, ക്യാച്ച് ചെയ്യുന്ന പോലെ അത്രമാത്രം പിടിച്ചെടുക്കും. അവളെന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ദൈവം അത് നമുക്കത് വിശ്വസിക്കാം. അതുകൊണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വചനം എന്ത് പറഞ്ഞാൽ ഒരു പൊട്ടക്കണ്ണനെ പോലെ കണ്ണ് അടച്ച് വിശ്വസിക്കുന്ന ദിവസം അന്നും ഇന്ന് കർത്താവ് കൃപയാൽ ഞങ്ങൾ നന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾക്കറിയാം സാഹചര്യം നോക്കുമ്പോൾ ഒരു സാധ്യതയില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഉടനെ അവളൊരു ഇൻ്റർവ്യൂവിന് ഇപ്പോൾ കൂട്ടത്തിൽ വിളിച്ചുകൊണ്ട് പോയി. എൻ്റെ കൂട്ടിന് വരാൻ വേണ്ടി വിളിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞ് കാശൊന്നും കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അങ്ങനെ ട്രിവാൻഡ്രത്ത് അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് സ്പോട്ട് അഡ്മിഷനായി മെഡിസിന്, അതായത് യൂറോപ്യൻ കൺട്രിയിലുള്ള ജോർജിയ എന്ന് പല സ്ഥലത്ത് മെഡിസിൻ പഠിക്കാൻ. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പോലും ഞങ്ങളുടെ പൈസ ഇല്ല. പക്ഷെ എല്ലാം അതതിൻ്റെ സമയത്ത് കർത്താവ് ഒരുക്കി ബാലസിംഹങ്ങളെ ഇട്ടാൽ വിസന്നിരിക്കും. യഹോവ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മരുഭൂമി തൻ്റെ ജനത്തെ നടത്തിയ കർത്താവ് നമുക്കറിയാമല്ലോ. കാടപക്ഷി മഞ്ഞ അന്നെന്നുള്ള ആവശ്യങ്ങൾ അറിഞ്ഞ് നടത്തി. ഞാൻ പൊതുവെ ഞങ്ങൾ പറയാറുണ്ട്, ഒരു നന്മ ഇന്ന് വരെ കരുതി വെച്ച് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സമ്മതിച്ചിട്ട് അതാത് സമയത്ത് എന്ത് വേണം, എത്രമാത്രം വേണം, അതെല്ലാം കർത്താവിൻ്റെ പക്കലെല്ലാം ഉണ്ട്. അപ്പോൾ 10 രൂപ ആണെന്നാലും 100 രൂപ ആണെങ്കിലും അത് 1,00,000 ആണെങ്കിലും അത് എത്രയാണെങ്കിലും കർത്താവ് തരാൻ വിശ്വസ്തനാണ്. അവൻ്റെ പക്കൽ ധനവും മാനവും പോരാവുന്ന സംഭവം. അപ്പോൾ യഹോവ നല്ലവനെന്ന് ദേവാസ് പറഞ്ഞാൽ രുചിച്ച് നമ്മളെ വ്യക്തിപരമായിട്ട് അങ്ങ് അറിയുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അങ്ങനെ അതുകൊണ്ട് ഞാൻ മോൾ എത്രയും പഠിച്ചു. അവരുടെ കുടുംബമായി ഹിമാചൽ പ്രദേശ് മോൻ അവിടെ
ബൈബിൾ കോളേജിൽ ഡീനായി ബൈബിൾ കോളേജിൻ്റെ ഉത്തരവാദിത്തം അവിടെ വചനം പഠിപ്പിക്കുകയൊക്കെ ചെയ്ത കുടുംബമായിട്ട് അവിടെ പാർക്കുന്നു. ഇളയ മകൾ അതുപോലെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ മോള് UBS അത് പൂനെയുള്ള ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ ലഭിച്ചു. എന്നാൽ കടന്നു പോകാൻ ഞാനും ദേവാസിനും മോളും കൂടെ കടന്നു പോകാൻ 200 രൂപ ഞങ്ങളുടെ പക്കലുള്ളൂ. പക്ഷെ ഞങ്ങളത് ഒന്നും ഭാരപ്പെട്ടില്ല. കർത്താവ് തക്ക സമയത്തെല്ലാം കരുതുന്നത് യഹോവയിരെ എന്നാണ് ഞങ്ങളെപ്പോഴും അന്ന് പണ്ട് തൊട്ടേ ഞങ്ങൾ പറയുന്നത്. ആരെങ്കിലും എങ്ങനെയാണെന്ന് ചോദിക്കുക, യഹോവയിരെ അതാണ് പറയുമായിരുന്നത്. അങ്ങനെ 200 രൂപയായിട്ട് ഞങ്ങൾ പ്രഭാതത്തിൽ 8 മണിയാകുമ്പോൾ പോകണം. ഞങ്ങളിങ്ങനെ 11:30 ആയി. 200 രൂപയും ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ ഡ്രസ്സും ഞങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. ജസ്റ്റ് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ട്രെയിനിൽ കഴിക്കുള്ള ഫുഡ് ചോറ് മാത്രം എടുത്തു. അങ്ങനെ ആയിരുന്നപ്പം ഞങ്ങളെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു സഹോദരൻ രാത്രി 11:30 ഫോൺ വിളിച്ചിട്ട് പാസ്റ്റർ എത്രപ്പോഴാകും മോളെ കൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചിട്ട് 10,000 രൂപയുടെ ക്രമീകരണം കർത്താവ് ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു സ്നേഹിതന്, ഞങ്ങൾക്ക് അവിടെ പോകാൻ അറിയത്തില്ല, ആ സ്നേഹിതന് വീട്ടിൽ ചെന്ന് അവർ കൊണ്ടുവിടാം എന്നൊരു താല്പര്യം പറഞ്ഞതുകൊണ്ട്, അല്ല അവർ എൻ്റെ സാഹചര്യം വഴി പറഞ്ഞു തരുന്നു, അവിടെ കയറിയിട്ട് പോകാനാ ഇരുന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ അത് ദേഹൂർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇറങ്ങി. ഞങ്ങൾക്ക് അവരെ മുൻപരിചയമില്ല, അവരെ മകൻ മുഖാന്തരം ദേവദാസിനുള്ള പരിചയമാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആ വാഹനത്തിൽ കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചർച്ചിൽ നാളെ തൊട്ട് 3 ദിവസം ഉപവാസം. അപ്പം മോൾ എന്നെ തിരിഞ്ഞു നോക്കി. കാരണം 7 ദിവസം ഫാസ്റ്റിങ് വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി എൻ്റെ പിന്നിൽ കാണും. വീണ്ടും ഞങ്ങൾ അവരോട് ഒരുമിച്ച് ഫാസ്റ്റിംഗ് പ്രയലായിരുന്നു. ദേവദാസിനെ ശുശ്രൂഷിക്കാനുള്ള അവസരങ്ങളൊക്കെ ദൈവം നൽകി. അവിടെ നിന്ന് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം നടത്തിയ വഴികളായും പറയാം. 4,000 രൂപ ദൈവം അവരുടെ മുഖാന്തരം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. അതുപോലെ പ്രിയപ്പെട്ട ഞങ്ങൾ അവിടെ കൊണ്ടാക്കി. അത് അവിടെ ചെന്ന് 2-3 ദിവസം ഞങ്ങളവിടെ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്ത് കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ ഹിതപ്രകാരം അത് അവിടെ എല്ലാം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരേണ്ട സമയമായപ്പോൾ സത്യത്തിൽ ഞങ്ങളുടെ ടിക്കറ്റ് ഉണ്ട്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ 1 മണിക്കൂർ യാത്ര ചെയ്തു. ഞങ്ങളുടെ പണമൊന്നുമില്ല, അതുപോലെ മോടെ കൈ കൊടുക്കാനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഭാരപ്പെട്ട് എന്ന് വെച്ചാൽ ദിവസങ്ങളിൽ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സമയങ്ങൾ ഞങ്ങൾക്ക് ഈവനിങ്ങിൽ ട്രെയിൻ കയറണം. ഉച്ച കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു അധ്യാപകൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു മഹാരാഷ്ട്രക്കാർ, അതായത് ഗോവയിലുള്ളൊരു ഫാമിലി, അവിടെ താമസിക്കുന്നൊരു ഫാമിലി ഞങ്ങളെ ഹിന്ദിക്കാരുടെ ഇടയിൽ കൊണ്ട് അവർക്ക് വേണ്ടി 10 മിനിറ്റ് വചനം ശുശ്രൂഷിച്ചു. അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് പോരാന്നേരം ആ ഭവൻ ഞങ്ങൾക്ക് ആണെങ്കിൽ നല്ല ഭക്ഷണവും അതോടൊപ്പം 3,000 രൂപ നൽകി. ഞങ്ങൾ മോക്ക് 2,000 രൂപ കൊടുത്ത് 1,000 രൂപയായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് അങ്ങനെ വരുവാനിടയായി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അതെല്ലാം ജീവിതത്തിൽ സാഹചര്യങ്ങൾ കടന്നു വന്നാലും നമുക്ക് കാണുവാൻ കഴിയുന്നു, കർത്താവ് നമുക്ക് സകലത്തിന് മതിയായ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി, ആ മോൾ അവിടെ തന്നെ BD MDH ഒക്കെ പഠിപ്പാൻ കർത്താവ് സഹായിച്ചു. അത് ദൈവത്തിൻ്റെ വചനം റാങ്കിലേക്ക് നോക്കി പ്രകാശിതമായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. വീണ്ടും നമുക്ക് അതുപോലെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കോവിഡിൻ്റെ ആ പകർച്ചവ്യാധിയുടെ സമയത്ത് ഞങ്ങൾ കുടുംബമായി കോവിഡിനെ ഭാരപ്പെട്ട് ഞാൻ ശാരീരികമായി ഒത്തിരി ക്ലേശത്തിലായിരുന്നു, ശ്വാസം മുട്ടലും. ഞാൻ ഇന്നലെ മോളോട് പറഞ്ഞു, ഞാൻ സത്യത്തിൽ എലിയ പറഞ്ഞ പോലെ കർത്താവ് മതി എടുത്തോളെ, അത്രമാത്രം സഹിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടിൽ കൂടെ കഴിഞ്ഞു പോയി. എന്നാൽ കർത്താവ് കരുണ കാണിച്ചതുകൊണ്ട് വീണ്ടും ജീവനുള്ള പ്രദേശത്ത് ജീവനോടെ എന്നാൽ ഒരു കാര്യം കൂടെ അദ്ദേഹം മഹത്വത്തിനായി പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നു. അതായത് 2025 ഞങ്ങളിങ്ങനെ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങളിങ്ങനെ ദിവസനെ പ്രാർത്ഥിക്കുകയും ഓരോ കാര്യം എല്ലാ പൊതുവർഷമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും തീരുമാനം ദിവസം കൂടുതൽ എടുക്കും. അങ്ങനെ വലിയ മോള് എന്നോട് പറഞ്ഞു, മമ്മി എന്നോട് മുമ്പും അടച്ചു വന്നൊരു വചനം ദൈവം എന്നെ ഓർപ്പിക്കുന്നു എന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ എന്തായാലും ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദൈവീയ പദ്ധതിയാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം അതായത് ഫെബ്രുവരി മാസമായപ്പോൾ ഇളയ മോള് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മമ്മി ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും അപ്പോൾ എന്ന് അത്രയും പറഞ്ഞാൽ നിർത്തി. അപ്പം ഞാൻ ദൈവത്തിൻ്റെ എന്തെങ്കിലും പദ്ധതി കാണുമല്ലോ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മാർച്ച് മാസമായപ്പോൾ ദൈവാത്മാ എന്നോട് പറഞ്ഞു, ഇപ്രകാരം എന്നോട് ഇടപെട്ടു, നീ മുമ്പും അടച്ച് നീ എൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്നുള്ള വചനം. അത് ദൈവത്തിൻ്റെ 139 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കാണുന്നുള്ളൂ. നീ മുമ്പും എന്നെ അടച്ചു നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ വചനം ദൈവം ശക്തമായി ഇടപെട്ടു. അങ്ങനെ എനിക്കപ്പം ഞങ്ങളോർത്ത് ദേവാസം പലപ്പോഴും വിസിറ്റിംഗ് വിസായി വിദേശത്തൊക്കെ പോകാറുണ്ട്. ദിവസസഭയുടെ ബന്ധത്തിൽ 8 മണി അഞ്ച് ചിലപ്പം ബാധ്യതയൊക്കെ ശേഷിക്കുന്നുണ്ട്. അപ്പോൾ ദേവാസം പറഞ്ഞു, എന്തുമായാലും 2 വർഷം ലീവ് എടുത്ത് കടങ്ങളെല്ലാം വീട്ടിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് നീ കർത്താവിൻ്റെ വേല ചെയ്യാം എന്നുള്ള രീതിയിൽ ലീവ് എടുത്ത് പകരം ഒരു ദേവദാസനെ മുളക്കര ഓഫീസിൽ ചെന്ന് പറഞ്ഞ് ഇവിടെ ആക്കി. ആ സമയമായപ്പോൾ ദേവാസം വിദേശത്ത് യാത്ര പോകാൻ വേണ്ടി ഇവിടുന്ന് ഓരോ യാത്ര തിരിച്ചു മടങ്ങി വരേണ്ടതായിട്ടൊന്നും പിന്നൊരു യാത്ര പോകുന്ന കിട്ട പറ്റില്ല. അങ്ങനെ പലപ്പോഴും ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിലില്ലാത്ത ചില പ്രതിസന്ധികൾ, നിയമപരമായ ചില തടസ്സങ്ങൾ അതിനകത്തുണ്ടായി. അത് ഞങ്ങൾ അന്നേരം കർത്താവിൻ്റെ പദ്ധതി എന്തെന്ന് മുമ്പും അടച്ചു എന്നുള്ള അതുകൊണ്ടൊക്കെ നിന്ന കുഴപ്പമില്ല. ഇനി ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലോട്ടിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോയാൽ അന്ന് വിദേശത്ത് പോയില്ലെങ്കിലും കാര്യങ്ങൾ കർത്താവ് ചെയ്യുമല്ലോ എന്നുള്ളത് തരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തലവേദനയും തലയിറക്കത്താലും വളരെ ഭാരപ്പെട്ടു. 1 വർഷം മുമ്പ് ഇങ്ങനെ ശരീരമായ ചില പ്രയാസങ്ങൾ വന്നിരുന്നു. അത് വന്നപ്പോൾ അന്ന് ഡോക്ടറെ കണ്ട് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ പ്രയാസം വന്നതുകൊണ്ട് വേറെ ഡോക്ടറെ കണ്ട് അദ്ദേഹം ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് CT സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ഒരു MRI എടുത്തപ്പോൾ ഒരു ബ്രെയിൻ ട്യൂമറാണ്, ഒരു ഓറഞ്ചോളം വലിപ്പമുണ്ടെന്ന്
ഡോക്ടർ പറഞ്ഞു അതുപോലെ ഈ ഇടത് ചെവിയുടെ ബാക്ക് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് പാരലൈസ് ആയി പോകാനും, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ, ചെവിയുടെ കേൾവി നഷ്ടപ്പെടാൻ, സംസാരശേഷി നഷ്ടപ്പെടാൻ, ഇങ്ങനെയൊക്കെ ചില പ്രതിസന്ധികൾ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ പോയി ചെയ്യണം. മനുഷ്യൻ വരും, ഞങ്ങൾക്കൊരു സാഹചര്യമില്ല. അപ്പോൾ ഇങ്ങനൊരു അനുഭവം കൂടെ കേൾക്കുവാനിട. എന്നാൽ കർത്താവിൽ ആദരങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് വിട്ട് നിനക്ക് നിശ്ചയമായി സൗഖ്യം വരുമെന്ന് ദൈവം എന്നോട് വിട്ടു. അതുകൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, കർത്താവ് വിടുവിക്കുന്നതുകൊണ്ട്. പിന്നെ ഇപ്പോൾ എന്ത് സാമ്പത്തികമൊക്കെ കർത്താവ് അതാത് സമയത്ത് ലക്ഷങ്ങളുടെ കാര്യങ്ങൾ വന്നപ്പോഴും കർത്താവ് നടത്തിയിട്ടുണ്ട്. ചെറിയ ആവശ്യത്തിനും കർത്താവ് മതി അവനായി. അപ്പം ഞാൻ പൊതുവെ പറയേണ്ടത്, ഇവിടെ എന്ത് പ്രയാസം വന്നാലും ദേവദാസം ഒത്തിരി പ്രയാസം വരുമ്പോൾ നേരത്തെ കയറി കിടക്കും. അല്ലെങ്കിൽ 11:30 ഒക്കെ ആകുമ്പോഴാണ് കിടക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ 9 മണി, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ 9 മണിയാകുമ്പോൾ കയറി കിടക്കും. ഞാൻ പൊതുവെ ദൈവദിനം പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട്, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നതെന്ന്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് ആ ഒരു അനുഭവം തന്നെയാണ്. ദേവദാസം കയറി കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ ഉറക്കത്തിന് കിടക്കുമ്പോൾ ചില ഫോൺ വരികയും ദൈവം ചില നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നന്മകൾ ഒന്ന് രാത്രി തന്നെ അല്ലെ പ്രഭാത വേള നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ ആ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവം വെളിപ്പെടുത്തുകയും ചെയ്ത അനുഭവം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. അതും ദൈവനാമഹത്വത്തിനായി ഞാൻ പ്രസ്താവിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഡോക്ടറെ കുറിച്ച് വന്ന് അടുത്ത ദിവസം പോകണം. അപ്പം ഞങ്ങൾ ഇതുമായിട്ട് വീട്ടിൽ വന്നിവിടെ ഞാനും പാസ്റ്റർ ഇങ്ങനെ വൈകിട്ട് പറഞ്ഞു, ഒരു 15,000 രൂപയിൽ അതിന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ലല്ലോ, അവിടെ പോകുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കുന്ന ടെസ്റ്റൊക്കെ എഴുതി ഇനി എന്ത് ചെയ്യും ഇങ്ങനെ പറഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി ഞങ്ങളെ ഫോൺ വിളിക്കുകയും പാസ്റ്റർ, അപ്പം ജസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ സുഖമില്ല പ്രാർത്ഥിക്കണമെന്ന് ഇട്ടിരുന്നു. അപ്പോൾ പറഞ്ഞു 15,000 രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, നാളെ ആൻ്റെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയാനുണ്ട്. അങ്ങനെ ദൈവം സർവശക്തനും സകലത്തെ മര്യാദയുമാകിയാൽ ആരംഭത്തിൽ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പറഞ്ഞത് 15,000 രൂപയുടെ കാര്യമാണ്. കർത്താവ് അത് ആക്യുറേറ്റ് ആ എമൗണ്ട് തന്നെ കർത്താവ് നൽകി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി. പിന്നീടുള്ള ഏവർക്കും അറിയാവുന്ന ട്യൂമറിൻ്റെ ഓപ്പറേഷനൊക്കെ പാലിച്ച ആവശ്യങ്ങളുണ്ട്. കർത്താവ് എല്ലാറ്റിനും മതിയാവനെ സ്വർഗത്തിലെ ദൈവം ആ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തന്നു. അന്ന് ഓപ്പറേഷനോടുള്ള ബന്ധത്തിൽ എനിക്ക് സത്യത്തിൽ സ്ട്രോക്ക് വന്നു, വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നു, പിന്നെ ഐസിയുവിൽ. പിന്നെ ശരിക്കും പറഞ്ഞാൽ 52 ദിവസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിന് വെളി റൂമിലൊക്കെ ആയിട്ട് കഴിയേണ്ടതായിട്ട് വന്നു. ഈ സൈഡ് ഒരു സൈഡ് ഇങ്ങനെ കോടി പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ശരിക്കും അത് എത്രമാത്രം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വലിയ കരുതൽ, കർത്താവിനോട് കരുണ കാണിച്ചു, അത് മാത്രമേ എനിക്ക് പറയാൻ കരുതുള്ളൂ. അത് നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടാണ്. അവിടെ നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. അപ്പോൾ അവിടെ നമ്മളെ രക്ഷിക്കുന്ന കർത്താവ്. അതുകൊണ്ട് നമുക്ക് ദിവസങ്ങൾ പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടൊക്കെ കർത്താവ് സാക്ഷിയായി നിൽപ്പാൻ കർത്താവിനെ സഹായിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്ന ഫേബി ആൻറ്റിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ പൊതുവെ സൂം മീറ്റിങ്ങിൽ ആദ്യമായിട്ടാണ്, എങ്കിൽ തന്നെ കർത്താവ് ഈ ഒരു അവസരത്തിൽ കൂടെ അനേകരുടെ മധ്യത്തിൽ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന അവസരത്തിന് നന്ദി പറയുന്നു. ഈ ദൈവവചനത്തിൻ്റെ കർത്താവ് വചനത്തിന് മുമ്പായി സാക്ഷ്യം മുഖാന്തരം നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിലക്കൃപ നമ്മുടെ ഓരോരുത്തരുടെ കൂടെ ഇരിക്കട്ടെ. ദൈവപ്രകാരം ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.